വിഷയം എങ്ങനെ ഡീൽ ചെയ്യാന്ന് അറിയില്ല. ഓന് വെറുതെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയാണ്. എന്റെ ലൈവാക്ക് മക്മല് പുറത്തു പോയിക്കോ. ഞാൻ സോൾജിയർ സംസാരിക്കാം. ഞാൻ നോ ക്ലിയർ സംസാരിക്കാൻ. സോൾജിയർ പറയട്ടെ. അല്ല ജെന്റിലിന് സഹിഷ്ണുത ഇല്ലാത്ത ആളാണ്. ഈ മക്മല് എന്നോട് മാറിയേക്കാൻ പറയാം. മക്മലാരാ? വേണ്ട നമുക്ക് മക്മലോട് ഇന്ന് സംസാരിക്കേണ്ട. കാരണം മക്മല് സംസാരിക്കാനായിട്ട് ഞാൻ വിചാരിച്ച നല്ലൊരു ചർച്ച നടത്താമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം നമ്മളിവിടെ ഏതാണ്ടൊക്കെ ഖുറാനെ പറ്റി തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മക്മൽ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടും. ഏതെങ്കിലും ഒരു ആയത്ത് മക്മൽ വായിച്ചിട്ട് നിങ്ങൾ അത് പറഞ്ഞത് ഇങ്ങനെയാണ്, പക്ഷെ അങ്ങനെയല്ല എന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരുമെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ വന്നത് ഈ രാത്രിക്ക്. പക്ഷെ മക്മൽ എന്താ പറയുക, നമ്മൾ പറഞ്ഞ വ്യാഖ്യാനിച്ച തെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ മക്മലിന് സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു മക്മൽ ചർച്ചയ്ക്ക് വന്നതല്ല. വേറെ ആർക്കെങ്കിലും താഴെ ഇരിക്കുന്നവർക്ക് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്ന ഖുറാൻ വാക്യങ്ങളിൽ, ഖുറാൻ ആയത്തുകളിൽ എന്തെങ്കിലും ഖുറാന് എതിരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരാം. മക്മൽ സംസാരിക്കുന്ന പോലെയല്ല. മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ പ്ലീസ് മ്യൂട്ട് ചെയ്യണം. ഇവിടെ മോഡറേറ്റേഴ്സോട് സംസാരിക്കേണ്ട എന്ന് പറയാനാണെങ്കിലും ഇങ്ങോട്ട് വരണ്ട പ്ലീസ്. നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരും, 2, 3, 4 മിനിറ്റ് തരും, എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം തരും. പക്ഷേ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. അങ്ങനെയുള്ള ആരെങ്കിലും നഹാസ് ഉണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടന്ന് വരാം. ഇവിടുത്തെ വിഷയം ഖുറാൻ 3:47 മിറിയം, നിങ്ങളുടെ മിറിയം എൻ്റെ രക്ഷിതാവേ എന്ന് വിളിച്ചത് ആരെയാണ്? സിമ്പിളാണ്, നമുക്ക് സിമ്പിളായിട്ട് പോകാമല്ലോ. ഖുറാനിനകത്ത് മിറിയം എൻ്റെ രക്ഷിതാവേ എന്ന് വിളിച്ചു, അത് ആരെയാണ്? അള്ളാഹുവിനെയാണോ, അതെയോ റൂഹിനെയാണോ, അതെയോ മലക്കിനെയാണോ? ഇനി 2, അള്ളാഹു തൻ്റെ ആത്മാവിനെ ജിബ്രീലിനെ അയച്ചു എന്ന് പറഞ്ഞു. ജിബ്രീൽ മലക്കാണോ ആത്മാവാണോ? ഞങ്ങൾക്ക് സംശയമാണ് സഹോദരന്മാരെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു തരണം. ഇനി ഖുറാൻ മാറ്റി വെച്ചിട്ട് ഇന്നലെ സുന്നി റൂമിൽ സാബിത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുറാനിനകത്ത് അങ്ങനെ എഴുതും, പലതും എഴുതും. പക്ഷേ അത് മനസ്സിലാക്കേണ്ടത് ഇമാം പറഞ്ഞു തരുന്നത് പോലെയാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു മലക്ക് വഴി ഇറക്കി തന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ഖുറാൻ ആയത്ത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മലപ്പുറത്തോ കോഴിക്കോടോ അവിടെ ഇവിടെയുള്ള മദ്രസയിലുള്ള ഒരു ഇമാം നിങ്ങൾക്ക് പറഞ്ഞു തരണം. നിങ്ങൾക്ക് സ്വയമായിട്ട് പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ പഠിക്കുവാനുള്ള ഒരു അവകാശമില്ല. അങ്ങനെയാണെങ്കിൽ ഖുറാനിനകത്തുള്ള ആയത്ത് വായിക്കുമ്പോൾ അതിങ്ങനെയല്ലേ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയണമെങ്കിൽ ഖുറാനിനകത്ത് എവിടെയാണ് ഇമാം അല്ലെങ്കിൽ നിങ്ങളുടെ ഉസ്താദുമാരുടെ അടുത്ത് പോയി നിങ്ങൾ ഖുറാൻ പഠിക്കണമെന്ന് ഖുറാനകത്തുണ്ടോ? അപ്പം അതുകൊണ്ട് ഇതൊക്കെ സംശയങ്ങളാണ്. ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് കടന്നു വരാം. അലമ്പാക്കാനാണെങ്കിൽ പ്ലീസ് ആരും വരണമെന്ന് ആഗ്രഹമില്ല. ന്യൂക്ലിയർ ഇന്നലെ സാബിത്ത് പറഞ്ഞ ഉത്തരം ശരിയല്ലേ? ന്യൂക്ലിയറിന് ഇന്നലെ ഡ്യൂട്ടി ബിസി ആയിരുന്നു. സാബിത്ത് എന്ന് പറയുന്ന ആളുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരു പോയിന്റ് പോലും നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഖുറാന്റെ ആയത്തുകൾ എടുത്തു വെച്ച് പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, ഏത് ഇമാമാണ് പഠിപ്പിച്ച്, ഏത് ഇമാമാണ് പറഞ്ഞത്? എൻ്റെ പൊന്നു സഹോദര, ഞങ്ങൾ ഏത് ഇമാമിന്റെ പേരാ പറയണ്ടേ? സുന്നി ഇമാമിനെ പറയണോ, ഷിയ ഇമാമിനെ പറയണോ, കാദിയാനി ഇമാമിനെ പറയണോ? നിങ്ങൾ 10 വിഭാഗമുണ്ടെങ്കിൽ 10 ഇമാംകാർ 10 രീതിയിലാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന അംഗീകരിക്കുന്നതല്ലേ ഖുറാൻ. ആ ഖുറാൻ എടുത്തു വെച്ച് ആ ഖുറാൻ വായിച്ചിട്ട് അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഖുറാനോട് നടക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ എന്തിനാ ഖുറാൻ വെച്ചേക്കുന്നത്? നിങ്ങൾ ഖുറാൻ എടുത്ത് തോട്ടിട്ടിട്ട് ഒരു ഇമാമിന്റെ പുസ്തകം വെച്ചാൽ പോരെ? അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ ഖുറാൻ ഇനി പറഞ്ഞുകൊണ്ട് വരരുത്. നിങ്ങൾക്ക് ആ ഖുറാൻ എടുത്ത് ഒരു പരിശുദ്ധിയുമില്ല എന്ന് ഇന്നലെ സുന്നി റൂമിൽ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഖുറാനിനകത്തെ ആയത്ത് വായിച്ചിട്ട് എന്നാൽ ഒന്ന് പറഞ്ഞു തരൂ സഹോദര, സാബിത്ത് ഒന്ന് പറഞ്ഞു തരൂ, ആരാണ് രക്ഷിതാവ്? മിറിയം ആരെയാണ് വിളിച്ചത്? അതിനുത്തരമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ റൂമിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ റൂമിൽ ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾ ഖുറാൻ പഠിപ്പിക്കും. ന്യൂക്ലിയർ വളരെ വ്യക്തമായിട്ടാണ് വായിച്ചത് 3:47 ആരെയാണ് മിറിയം രക്ഷിതാവേ എന്ന് നമുക്ക് ആരെങ്കിലും ഒരു സിംഹം നമ്മുടെ മുമ്പ് വരുമ്പോൾ എൻ്റെ ദൈവമേ, അവരുടെ എക്സാമ്പിൾ കേട്ടോ, ഉടനെ ആ സിംഹം മറുപടി കൊടുക്കുക, ദൈവമായ സിംഹം മറുപടി കൊടുക്കുന്നു. ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കിത് കേൾക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ വിഡ്ഢിത്തരങ്ങളെ കേൾക്കാൻ താല്പര്യമുണ്ട്. വേണമെങ്കിൽ വന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ്, ആരാണ് രക്ഷിതാവായിട്ട് മിറിയത്തിന്റെ അടുത്ത് വന്നത്. ജെന്റിൽ ബ്രോ മൈക്ക് എടുത്തോളൂ കേട്ടോ, മൈക്ക് എടുത്തോളൂ. ഇല്ല, ക്യാരി ഓൺ.
ഇങ്ങനെ അലമ്പാക്കാനാണ് ഇങ്ങോട്ട് സമ്മതിക്കത്തില്ലെന്ന് പറയുള്ളൂ. മക്മലിന്റെ സ്വഭാവം അതാണെങ്കിൽ. ബട്ട് ഐ അപ്രീഷിയേറ്റ് എ റിയൽ ഡിസ്കഷൻ. ഗുഡ് ഡിസ്കഷൻ ഇസ് ഓൾവേസ് ഫൈൻ വിത്ത് മീ. ഓക്കെ, ബട്ട് if he wants to run away and if he makes fuss of അല്ല, it, ഞാൻ let him ഞാൻ get. വന്നപ്പോൾ മുതൽ കേൾക്കുന്നതാണ് മതസ്പർദ്ധ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് മതസ്പർദ്ധ? നമുക്ക് സിമ്പിൾ ആയിട്ട് പോകും, 1 by 1 ആയിട്ട് പറയൂ. എന്താണ് ഞങ്ങളിവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഖുറാനെ വ്യാഖ്യാനിച്ചത്? പറഞ്ഞു തരൂ. ഒരെണ്ണം പറയാൻ പറഞ്ഞു, ഒരെണ്ണം. മാക്കിന് ഇത്രയും സമയം കൊടുത്തു, ഒരു പോയിന്റ് പോലും വെക്കാൻ തന്നെ സാധിച്ചില്ല. അവസാനം ന്യൂക്ലിയർ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് അത് സംസാരിക്കാം. എങ്കിൽ വരൂ. അവിടെയും നമ്മളെ പഠിപ്പിക്കാൻ വരുവാണ് മാക്ക്. അത് കൃത്യമാണ്. അള്ളാഹു മനുഷ്യരൂപം എടുത്തു വന്നു എന്ന് പറഞ്ഞത് ന്യൂക്ലിയർ ബ്രദർ, അത് ലോജിക്കലി മനുഷ്യർക്ക്, തലയ്ക്ക് വെളിവുള്ളവർക്ക്, ഉമ്മികളായിട്ടുള്ളവർക്ക് പറ്റില്ല. ഉമ്മികളായിട്ടുള്ളവർക്ക് മനസ്സിലാകില്ല. കാരണം ഒരിടത്ത് പറഞ്ഞു, മറയുണ്ടാക്കി താമസിച്ച മറിയത്തിന്റെ അടുത്തേക്ക് നാം നമ്മുടെ ആത്മാവിനെ അയച്ചു. അവൻ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞു, നിനക്ക് അതിപരിശുദ്ധനായ ഒരു കുഞ്ഞിനെ തരാൻ വന്ന ആളാകുന്നു ഞാനെന്ന് വന്നയാൾ പറയുന്നു. അപ്പൊ അള്ളാഹുവേ, ഇതെങ്ങനെ എനിക്ക് സംഭവിക്കും? ഞാൻ മനുഷ്യനെ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇത് കിതാബിൽ എഴുതിയത് ഞങ്ങൾ അവിടെ കോപ്പി ചെയ്ത് ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ അവിടെ നിന്ന് കയ്യിൽ നിന്നിടുന്നത്? അതിലെവിടെയാണ് മതസ്പർദ്ധ? വീണ്ടും അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചോദ്യമാണ്, അള്ളാഹു എങ്ങനെയാണ് ആത്മാവിനെ അയച്ച് പൂർണ്ണ മനുഷ്യരൂപത്തിൽ വന്നത്? അങ്ങനെ സാധിക്കുമോ? സാധിക്കില്ലെന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. എഴുതി വെച്ചിരിക്കുകയാണ്, നാം നമ്മുടെ ആത്മാവിനെ മറകെട്ടി താമസിച്ചിരുന്ന മറിയമിന്റെ അടുത്തേക്ക് അയച്ചു. ഒന്നുകൂടെ ഞാനതെടുത്ത് വായിക്കാം, ചാറ്റിലിട്ടിരുന്നു. അപ്പോൾ തികഞ്ഞ മനുഷ്യരൂപത്തിൽ നിന്നോ പൂർണ്ണ മനുഷ്യരൂപത്തിൽ നിന്നോ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ കാണാതിരിക്കാൻ അവൾ ഒരു മറയുണ്ടാക്കി. അപ്പോൾ നമ്മുടെ ആത്മാവിനെ, ബ്രാക്കറ്റിലാണ് ഇവരിട്ടിരിക്കുന്നതാണ്, ജിബ്രീലിനെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം അവളുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അടുത്തത്, അവൾ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എനിക്ക് എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക? എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ. അള്ളാഹു പറഞ്ഞു, അങ്ങനെ തന്നെയാകുന്നു, താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു. ഇവിടെയാണ് മതസ്പർദ്ധ. ഇത് വായിച്ചു കഴിഞ്ഞാൽ അതിലുപരിയായിട്ട് ന്യൂക്ലിയർ ബ്രദർ ലോജിക്കലായിട്ട് പറഞ്ഞ കാര്യം തെളിയാണ്. വന്നത് അള്ളാഹു ആണെന്നാണ് ഖുറാൻ ഡെഡ്യൂസ് ചെയ്ത് അല്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കാരണം ഇത് ഞങ്ങൾ എടുത്ത് ചോദിക്കാൻ കാരണം നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണ്. വചനം എങ്ങനെയാണ് മാംസം ധരിച്ചു വരുന്നത്? ഞങ്ങളത് പറയുമ്പോൾ ബൈബിളിനെ നിങ്ങൾ എടുത്ത് കളിയാക്കുകയാണ്. ഇതാണ് മതസ്പർദ്ധ. നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ ഇടപെടുന്നു? പക്ഷേ ഈ കാര്യം തന്നെ നിങ്ങളുടെ കിതാബിൽ എഴുതി വെച്ചിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, നിങ്ങളുടെ അള്ളാഹു എങ്ങനെയാണ് ആത്മാവിനെ വിട്ട് മനുഷ്യനായിട്ട് വന്നത്? അവിടെയുള്ള കെമിസ്ട്രി എന്താണ്? അതല്ലെങ്കിൽ അവിടെ ഫിസിക്സ് ആണോ ബയോളജി ആണോ വർക്ക് ചെയ്തത്? ഞങ്ങൾ ഇതൊക്കെ ചോദിക്കും, ചോദിച്ചുകൊണ്ടേയിരിക്കും. ബയോളജിക്കലി ആണോ വന്നത്? കെമിസ്ട്രി പരമായിട്ടാണോ വന്നത്? ഇത് മതസ്പർദ്ധയാണെങ്കിൽ മനസ്സിൽ വെച്ചാൽ മതി. ഞങ്ങൾക്ക് അറിയണം ഇതിന്റെ ഫിസിക്സ് എന്താണ്, ഇതിന്റെ കെമിസ്ട്രി എന്താണ്, ഇതിന്റെ ബയോളജി എന്താണ്. അപ്പൊ മക്മൽ കയറി വരണോ? ജോർജ് ബ്രദർ, ഞാൻ അദ്ദേഹത്തെ ഒന്നും കൂടെ എടുക്കാം, എനിക്ക് പറ്റുമെന്ന് അറിഞ്ഞുകൂടെ. 2 പ്രാവശ്യം ഇൻവൈറ്റ് ചെയ്തു. ഓക്കെ, മക്മൽ കയറി വരൂ. ജോർജ് ബ്രദർ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ജെൻഡർ ബ്രദർ പോകണമെന്നില്ല, അവിടെ ഇരുന്നോളൂ, കേട്ടോളൂ, നിങ്ങൾ ഇടപെടരുത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് മനുഷ്യരൂപത്തില് എങ്ങനെ ദൈവം വരും? അതെന്താ ഇവിടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ദൈവം മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്, അതുപോലെ ഞങ്ങളുടെ മനുഷ്യരൂപത്തിൽ വന്നു എന്നതുപോലെ ഞങ്ങളുടെ ദൈവം വന്നു എന്ന് ഞങ്ങളുടെ ഗ്രന്ഥത്തെ വളച്ചൊടിക്കുന്നു. അതെങ്ങനെയാണ്? ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണം, ഇപ്പോ ഈ പറഞ്ഞ 3:47, ഈ 3:47 നിങ്ങൾ എന്താ കണ്ടത്? ഈ പറയുന്ന നിങ്ങൾ വായിച്ചത് തന്നെ 3:47. അവൾ പറഞ്ഞു, എന്റെ രക്ഷിതാവേ. നിങ്ങൾ പറയുന്നത് അവിടെ രക്ഷിതാവിനെ വിളിച്ചു എന്നാണ്. സത്യത്തില് ഞങ്ങളൊന്നും പറയുന്നില്ല സുഹൃത്ത്, വായിക്കുന്നു. അവിടെ നിങ്ങൾക്ക് തോന്നിയത് ഞാൻ പറയുന്നത്. ആ അതാണ് എന്റെ രക്ഷിതാവേ. നിങ്ങൾ നമുക്കെന്ന് പറഞ്ഞു തരും. ഒരു മിനിറ്റ്, ആ 3:47 വായിച്ചിട്ട് മാക്ക് നമുക്കെന്ന് പറഞ്ഞു തരും അവിടെ എന്താണ് പറയുന്നത്.
അതെ അതെ. കറക്റ്റ് ആണ് അപ്പൊ മാക്ക്. പക്ഷെ അപ്പൊ ഒറ്റ കാര്യമുണ്ട്, മാക്കൊന്ന് കേൾക്കൂ. ഒറ്റ കാര്യമുണ്ട്, കേട്ടോളൂ. ഖുറാനിനകത്ത് ഇല്ലാത്ത കാര്യം താങ്കൾ അങ്ങനെയാണെന്ന് ഞങ്ങളോട് പറഞ്ഞുതരുത്. ഓക്കെ, അതിന് താങ്കൾ ഞാന് സാധിക്കും. ആദ്യം ഇത് ഖുർആനിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഖുർആൻ എന്നതിനെ കുറിച്ച് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഖുർആന്റെ വായിക്കേണ്ട കുറച്ച് ശാസ്ത്രങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഖുർആൻ എനിക്ക് എങ്ങനെയാണ് ശാസ്ത്രം ഏതാണ് അങ്ങനെ വേണമെന്ന് ഖുറാൻ പറഞ്ഞ ഖുർആൻ എങ്ങനെയാണ് മാക് ബ്രോ, വായിക്കേണ്ടത് എന്ന് ഓക്കെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ മാക് ബ്രോ ഖുർആൻ ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ശാസ്ത്രത്തിൽ തുടങ്ങിയാലോ? ജനറൽ ബ്രോ എന്ത് പറയുന്നു? ഇത് വിഷയം അതെ, നിങ്ങൾ വലിച്ചു അത് നീട്ടാൻ ആയിക്കോട്ടെ. അല്ല, ആവശ്യമില്ലാതെ എന്റെ പൊന്ന് സഹോദരൻ, ഒരു ഞാനൊരു മിനിറ്റ്. വാചകം പറഞ്ഞ എന്നാ പിന്നെ അതാക്കാന്നറിയും. മക്മല് ഇപ്പൊ ജെന്റിൽ തൽക്കാലം ശാസ്ത്രത്തിലേക്കൊന്നും പോകണ്ട. ഞങ്ങൾക്ക് ഈ ആയത്ത് വായിച്ചിട്ട് ഇതിന്റെ ഒന്ന് അർത്ഥം പറഞ്ഞു തന്നാ പറഞ്ഞത്. മതി. അതെ നമുക്ക് സിമ്പിൾ ആക്കാം, അതെ അതുകൊണ്ട് സിമ്പിൾ ആക്കാം, സമയമില്ല അതുകൊണ്ട്. അതെ ശാസ്ത്രത്തിലേക്ക് അതെ. പിന്നെ അപ്പൊ ഞാൻ പോവാം. പറയുന്നത് ഇപ്പൊ ഖുർആൻ തൽക്കാലം മക്മല് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ വേറെ മക്മലെ ഖുർആനിനെ കുറിച്ച് തജ്വീദൊക്കെ അവിടെ ചെറിയൊരു വെക്ക്. ബോധം വേണം. മക്മല അവിടെ വെക്ക്. മക്മല വെക്ക്. ഞാൻ ഒരു എന്തുകൊണ്ടാണ് കാര്യം, ജെന്റിൽ അതൊക്കെ നിങ്ങൾ നിങ്ങൾ മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്ന് മക്മല വെയിറ്റ് പറയുന്നത്? ചെയ്യും. മക്മല നിങ്ങൾ നീ ആ ഇതൊന്നും വാക്കിന് പഠിക്കാതെ പറഞ്ഞ നീ ഖുർആൻ റൂമിന് പുറത്തു പഠിച്ചു, പോകും. എന്നിട്ട് ഇനി ആ അതിന്റെ വാക്ക് പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ റൂമിന് പുറത്തു പോകും. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവരോടും കേട്ടോ. മക്മലെ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ആ ആയത്ത് വായിക്കുക. ആ ആയത്തിന്റെ ഞാൻ അർത്ഥം അതിന് ഞാൻ നിങ്ങൾക്ക് പാവാച്ചിക്കുട്ടി പറഞ്ഞുതരാം. അല്ലല്ലോ ഓക്കെ ജെന്റിലെ. നിങ്ങൾ പറയുന്നത് പോലെ അല്ലേ? നിങ്ങൾ എന്നാ വീട്ടിൽ നിങ്ങൾ പോയിക്കോ. റോബോട്ട് ഒന്നല്ലല്ലോ ഞാൻ നിങ്ങളോട് ഒരു പിന്നെ വിഷയം നിങ്ങൾ ഇവിടെ പറയാനല്ലോ വന്നത് വന്നത്. പിന്നെ ആയത്ത് ആ പറയാനല്ലേ? വിഷയത്തിനോടനുബന്ധിച്ച് ഞാൻ പറയും. ഈ ആ അതിന് സൗകര്യം ആയത്ത് ഉണ്ടെങ്കിൽ ഇരുത്തിയാൽ മതി പറയാനാണോ ജെന്റിലെ. വന്നത്? നിങ്ങൾ ആ പറഞ്ഞതുപോലെ ആയത്ത് വായിച്ചു അതൊന്നും പറ്റില്ല. ഞാൻ അങ്ങനെ വായിക്കാനേ പാടില്ല എന്ന് പറയുന്ന ആളാണ്. അപ്പൊ എങ്ങനെ നിങ്ങൾ വായിക്കാം അല്ലല്ല, താങ്കളോട് വായിക്കാനല്ലേ നിങ്ങൾക്ക് പറയുന്നത്? തോന്നിയ പോലെ വായിക്കാനുള്ളതല്ല ഖുർആന്. ഞങ്ങൾക്ക് തോന്നിയതുപോലെയല്ല, അത് എഴുതിയതുപോലെ അല്ലല്ല, വായിക്കൂ. അതാണ് പറയുന്നത്. മക്മലെ ഇന്ന് നിനക്ക് തോന്നിയ പോലെ നമുക്ക് ഒരു അത് മിനിറ്റ് ഞാൻ കൊടുത്താലോ? പറയട്ടെ. നമുക്ക് ഒരു ഇപ്പൊ മിനിറ്റ് ഞാൻ കൊടുത്താലോ? 3:47 ഞാൻ വായിക്കാണ്. അവൾ വായിച്ചു. അഥവാ മറിയം. അപ്പൊ നിങ്ങൾ പറയണം അവൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ, അവിടെ മറിയം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങളൊന്നും ചാടി കളിക്കോ? പറയുന്നില്ല സുഹൃത്തെ, വായിക്കൂ ഏയ് നിങ്ങൾ പറയും, ഒരാൾ പറയണേ ഏയ് അവൾ എന്ന് പറഞ്ഞിട്ടുള്ളൂ, അവിടെ മറിയം എന്ന് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ അങ്ങനെ വചനത്തിൽ മക്മലെ മറിയം എന്നില്ല വലിയ നമുക്കൊരു എന്നൊക്കെ നമുക്കൊരു കാര്യം വട്ടത്തരം ചെയ്യാം. പറയുന്ന പോലെ നിങ്ങൾ ജനറൽ ബ്രോ, അതുപോലെയാണ്. നമുക്കൊരു അതിന്റെ കാര്യം ചെയ്യാം. അവസ്ഥയാണ് ഞാൻ പറഞ്ഞല്ലോ. മാക് ബ്രോ, ഒരു പരിശുദ്ധ ഞാൻ ഖുർആന്റെ കുറിച്ച് മാക് ബ്രോ പരിശുദ്ധ ഒരു സെക്കൻഡ്. ഖുർആനിന്റെ ആഖ്യാന മാക് രീതി ബ്രോ എന്ന് മാക് ബ്രോ പറഞ്ഞാൽ അത് മാക് ബ്രോ മാക് ബ്രോ മനസ്സിലാക്കണല്ലോ. മാക് ബ്രോ പ്ലീസ് പരിശുദ്ധ പ്ലീസ് പ്ലീസ്. ഖുർആനിന്റെ വിശദീകരണം ഞങ്ങളുടെ ആദ്യം ജോലിയാ. പരിശുദ്ധ ഖുർആനാണ്. ഇത് ദൈവമേ, ഇങ്ങനെ മനസ്സിലാക്കണം. പറയാൻ വന്നതല്ല. മാക് ബ്രോ പ്ലീസ് അൺമ്യൂട്ട് ഞാൻ ചെയ്യല്ല, വായിക്കാതെ പറയാം. അവൾ പറഞ്ഞു മറിയം ാണ് മറിയം എന്നുള്ളത്. എന്റെ രക്ഷിതാവേ, എനിക്ക് എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക? ഓ മൈ ഗോഡ് എന്ന് നമ്മൾ വിളിക്കൂലേ, അതേ പ്രയോഗമാണ് അവിടെ. അവിടുത്തെ യഹൂദർക്കിടയിൽ അത് പൊതുവെ അങ്ങനെയുള്ള ഒരു അത്ഭുത സംഭവങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ശൈലിയാണത്. ഓ എന്റെ ആരുടെ? റബ്ബേ, ഓ യഹൂദന്മാർക്കിടയിലോ? എന്റെ ദൈവമേ, എനിക്ക് കുട്ടി ഉണ്ടാവേ. അത് യഹൂദന്മാർക്കിടയിലോ? കല്യാണം കഴിക്കാത്ത എനിക്ക് കുട്ടി ഉണ്ടാവേ. അങ്ങനെ ഒരു അത്ഭുതത്തിൽ വിളിച്ച ആ വിളിയെ വന്ന ആളെ മക്മലെ വിളിച്ചതാണ് എന്ന് മക്മലെ ഇത് പറയുന്നതിലെ പറഞ്ഞ നിങ്ങളുടെ യഹൂദന്മാരുടെ ഇടയിലോ? പൊട്ടത്തരം. മക്മലെ യഹൂദന്മാരുടെ ഇടയിലാണോ അങ്ങനെയുള്ളത്? ഞാൻ യഹൂദന്മാർക്കിടയിലും മുസ്ലിമുകൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും കർത്താവേ ചതിച്ചല്ലോ. കർത്താവ് ചതിച്ചതാണോ അത്? അല്ല, അപ്പൊ കർത്താവ് ഉത്തരം പറഞ്ഞു. അപ്പൊ ഒരു മിനിറ്റ് ജെന്റിൽ ബ്രദറെ, കേൾക്ക്, അപ്പൊ അതിന് ഉത്തരം ഞാൻ പറഞ്ഞ പറയട്ടെ. ആരാണ്? കർത്താവ് ഇവൻ ഇത്രയും ചതിച്ചനെന്നല്ലേ പൊട്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. മുമ്പോട്ട് പൊക്കോളൂ മാക് ബ്രോ, മുമ്പോട്ട് അപ്പൊ പൊക്കോളൂ. ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അടുത്ത അപ്പൊ ഈ വിഷയത്തില് എന്റെ രക്ഷിതാവേ എന്ന് പറഞ്ഞത് അവളുടെ അത്ഭുതം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്രം പറഞ്ഞതാണ്. കാരണം ഒരു കല്യാണവും കഴിക്കാത്ത ഒരാൾക്ക് കുട്ടി ഉണ്ടാവുക എന്നത് സ്വാഭാവികമായിട്ടും അത്ഭുതമാണ്. അത് കേട്ടപ്പോ ആ കേട്ട വിഷയത്തില് വിളിച്ചതാണ്, അല്ലാതെ വന്ന ആളെ വിളിച്ചതല്ല. കാരണം വന്ന ആള് മനുഷ്യരൂപത്തിൽ വന്ന മലക്കാണെന്ന് വേറൊരു ഭാഗത്ത് ദൂതനെ അയച്ചെന്ന് പരിശുദ്ധ ഖുർആന്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അതാണ് നിങ്ങൾ പറഞ്ഞ പോലെ 19:17 പറയുന്നുണ്ട്. ആ പറയുന്ന ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞു ഖുർആന്റെ വിശദീകരണം ആദ്യം മലക്കുന്നൊരു വാക്ക് അവിടെ കാണിച്ചു തരണം. മലക്കിനൊന്ന് അയച്ചത് ഖുർആന്റെ അവിടെ ഇല്ല. വിശദീകരണം ഖുർആൻ തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ ഈ വാചകത്തിന് മാത്രം നിങ്ങൾ ഒരൊറ്റ വാചകത്തിൽ മാക് മാത്രം ബ്രോ ഒതുങ്ങി നിന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുനിഞ്ഞാൽ അത് മാക് ബ്രോ നിങ്ങളുടെ പൊട്ടത്തരമായിരിക്കും. അതിന് പരിശുദ്ധ ഖുർആൻ ഓക്കെ എടാ, ഓക്കെ ഞങ്ങൾ മാക് ബ്രോ, തുനിയുന്നില്ല, നീ ഞങ്ങൾ പറ. സമ്മതിച്ചു. ഒരു മിനിറ്റ് സാധുമായിട്ട്, ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ മാക്ക് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് 3:47 അവിടെ എന്റെ രക്ഷിതാവേ എന്ന് മറിയം വിളിച്ചത് അള്ളാഹു, അവിടെ മുമ്പിൽ വന്ന ആളെയല്ല. അവിടെ നമ്മളൊക്കെ സാധാരണ നമ്മൾ ആശ്ചര്യം തോന്നുമ്പോൾ എന്റെ ദൈവമേ എന്ന് പറയുന്ന രീതിയിലാണ് മറിയം വിളിച്ചതെന്നാണ് മാക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അത് മനസ്സിലായി. ഞാൻ അടുത്തോട് പറഞ്ഞോളൂ, അടുത്ത് വായിച്ചിട്ട് പറഞ്ഞോളൂ. ഓക്കെ, അടുത്തത് അപ്പോൾ അവളുടെ ആത്മാവിനെ അതല്ല 37 എനിക്ക് എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക? എന്നെ ഒരു മനുഷ്യന് സ്പർശിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് പരിശുദ്ധ ഖുർആൻ അവിടെ നിർത്തി. ഇനി വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരു ഭാഗമായിട്ട് പറയണം മറ്റു ഭാഗം തുടർന്ന് വായിക്കൂ. അതെ തുടർന്ന് വായിക്കൂ സുഹൃത്തെ. വായിക്കൂ.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയത് ആ വചനങ്ങൾ മുഴുവൻ തമ്മിലുള്ള സംഭാഷണമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഈ പ്രോബ്ലം വരുന്നത്. ഞങ്ങളൊന്നും മനസ്സിലാക്കില്ല. പറഞ്ഞു ഞങ്ങൾ അല്ലല്ല, പഠിപ്പിക്കൂ. ഞാൻ പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ആക്കട്ടെ സോൾജിയർ, കംപ്ലീറ്റ് ആക്കട്ടെ. ആ, അങ്ങനെ അദ്ദേഹം അവിടെ ചോദിച്ചു അങ്ങനെ അങ്ങനെ വായിക്കട്ടെ. സത്യന അസഹിഷ്ണുത കാണിക്കുന്ന പണിയുണ്ട്. അങ്ങനെ തന്നെയാകുന്നു താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെയാകുന്നു താൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അതിനു മുമ്പുള്ളത് വായിക്കു സുഹൃത്തെ, അതിനു മുമ്പുള്ളത് പറയട്ടെ ഇവിടെ പറയട്ടെ സുഹൃത്തെ. നിങ്ങൾ നിങ്ങൾ പറയുന്നത് അല്ലല്ല, നിങ്ങൾ പറയുന്നത് ഞാൻ പറയട്ടെ, ഞാനൊരു വചനത്തിന് പരിശുദ്ധ ഖുർആനിന്റെ ഞാൻ വായിക്കട്ടെ. ഞാൻ അതിന്റെ കിതാബിൽ എന്താണ് ഞാൻ ജെന്റിൽ ഇടപെടണ്ടെന്ന് വീണ്ടും പറഞ്ഞത്? ജെന്റിൽ തീരെ ജെന്റില് പരിശുദ്ധ ഖുർആനിന്റെ ഒരു വചനത്തിൽ ചിലപ്പോ 10 കാര്യങ്ങളൊക്കെ പറയാം, ചിലപ്പോ 5 കാര്യങ്ങൾ, ചിലപ്പോ 6. ഒരൊറ്റ വചനത്തിൽ പറയും, ഒരൊറ്റ ആയത്തിൽ പറയും, വ്യത്യസ്ത വിഷയങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ എന്താണ്? സോൾജിയർ ഇത് വയലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് വെയിറ്റ് ചെയ്യേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത് ഞാൻ പറയട്ടെ. ജെന്റിൽ ഭയങ്കര വെറുപ്പിക്കലാട്ടോ ഈ ജെന്റിലെ. പ്ലീസ് നീ പോവാന്ന് പറഞ്ഞു പോയി തരോ പറയട്ടെ. എന്നിട്ട് നീ വായിക്കടാ. പറയട്ടെ. വെയിറ്റ് 3:47 വായിക്കട്ടെ. ഇനി അതിന്റെ ഇടയ്ക്ക് ഒരു സംസാരമില്ല. ആയത്ത് മുഴുവൻ സത്യനെ കൺട്രോൾ ചെയ്യാത്തത് എന്താ? ഒരു മിനിറ്റ്, ഒരു വാക്യം ഈ പുള്ളി ആയത്ത് മുഴുവൻ വായിക്കും, എന്നിട്ട് ആദ്യം മുഴുവൻ വായിക്കും, എന്നിട്ട് ഓരോരോ വാക്യം വായിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ ഗൈസ്? സത്യ നാളെ വരുമ്പോ ഈർക്കിളിട്ട് നാക്ക് പഠിക്കണം കേട്ടോ, വൃത്തിയായിട്ടില്ല അത് പറഞ്ഞത്. ഉമ്മിക്കറിയിട്ട് പല്ലും തേക്കണം. ഓക്കെ, 3:47 വായിച്ചിട്ട് പറഞ്ഞു തന്നോളൂ പ്ലീസ്. ഓക്കെ 3:47. അവൾ ബ്രാക്കറ്റിലാണേ മറിയം, ചാടി കളിക്കണ്ട, ബ്രാക്കറ്റിൽ മറിയം. നിന്റെ എക്സ്പ്ലനേഷൻ വേണ്ട, ഒന്ന് വായിച്ചേ പ്ലീസ്. എന്തൊരു കഷ്ടാണ് ബ്രാക്കറ്റിൽ നിന്നൊന്നും വായിക്കട്ടെ. ആയത്ത് വായിക്കും ഇടയ്ക്ക്. ഞാൻ 19:17 വായിക്കാം. എന്നിട്ട് അവർ കാണാതിരിക്കാൻ അവൾ ഒരു മറയുണ്ടാക്കി. അവൾ എന്ന് പറഞ്ഞ മറിയം. അപ്പോൾ നമ്മുടെ ആത്മാവിനെ, ബ്രാക്കറ്റിൽ ജിബ്രീലിനെ, അഥവാ നാം അവരുടെ അടുത്തേക്ക് നിയോഗിച്ചു. ഇത് ഒരു മിനിറ്റ് കൂടെ ഞാൻ പറയാം. ഈ പുള്ളി ഇടയ്ക്ക് വാക്കിട്ടാൽ ഈ പുള്ളി താഴ്ത്തു പോകും. ഓക്കെ, അള്ളാഹു എഴുതി കൊടുത്ത ഖുർആനില് ഇടയ്ക്ക് വാക്കിടാൻ ഈ പുള്ളി ആരാ? നീ അങ്ങനെ അദ്ദേഹം അവരുടെ മുമ്പിൽ തികഞ്ഞ ആദ്യം മുതൽ വായിക്കും. ഇടയ്ക്ക് വാക്കിടാതെ ആദ്യം മുതൽ വായിക്കും. അങ്ങനെ അദ്ദേഹം അവളുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇവിടുത്തെ അദ്ദേഹം ആരാണ്? അവിടെയാണ് പ്രശ്നം. ജിബ്രീലാണ്. ഒരു മിനിറ്റ് ആരും മിണ്ടല്ലേ, മക്മലും മിണ്ടല്ലേ. ഈ പുള്ളി ഇത്രയും നേരം വായിച്ചത് ഇടയ്ക്ക് വാക്കിട്ടിട്ടും കൂട്ടിച്ചേർത്തിട്ടുമാണ്. അങ്ങനെ പാടില്ല. സമ്മതിച്ചു. എല്ലാരും കേട്ടോണം. ഈ പുള്ളി ഇടയ്ക്ക് ഒരു വാക്കിടാൻ സമ്മതിക്കില്ല. മര്യാദക്ക് പറഞ്ഞു. ഇടയിൽ വാക്കിടാതെ വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചാൽ മതി. ഇല്ല, പറ്റില്ല.
ഇടയ്ക്ക് വാക്കട്ടെ, ഇനിയിപ്പോ നീ റൂമിൽ മറക്കും. ഞാൻ പറയട്ടെ. എന്നാ മര്യാദയ്ക്ക് വായിക്കേ. ഓക്കെ ശരി, ഇനി ഇടപെടരുത് ജെന്റിലെ, നീ വായിക്കടാ. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇവിടെ തേങ്ങാക്കൊല ആയത്ത് വായിക്കേ. ചുരുക്കി പറഞ്ഞാല് ഇവൻ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? സംഭാഷണമായിരുന്നെങ്കിൽ അങ്ങനെ തന്നെയാകുന്നു താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു എന്ന് പറയുവോ? അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചെയ്യും എന്നല്ലേ പറയേണ്ടിയിരുന്നത്? അങ്ങനെ തന്നെയാണ് ഞാൻ പറയേണ്ടിയിരുന്നത്. ഇവനായത്ത് വായിക്കില്ല നിങ്ങൾ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ സമ്മതിച്ചു? അല്ല, നിങ്ങൾ ഇവനായത്ത് വായിക്കില്ല. ഞാൻ വായിച്ചല്ലോ, രണ്ട് ആയത്ത് വായിച്ചല്ലോ. ഇവൻ വായിക്കില്ല. രണ്ടായത്ത് വായിച്ചു, ഇവന്റെ രണ്ടായത്ത് ഞാൻ വായിലുള്ള വായിച്ചിട്ടുണ്ട് വാക്ക് ജെന്റിൽ. ഇട്ടിട്ടല്ലാതെ ഇവൻ ആയത്ത് വായിക്കത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? ഇവനറിയാം വായിച്ചവൻ പെടുവെന്ന്. മനസ്സിലായി. അത് തന്നെ അവൻ വായിക്കത്തെ. എല്ലാം ബ്രാക്കറ്റില്ല. മക്മലെ ആയത്തിനെ കുറിച്ച് നീ ഒരു ചുക്കുപ്പം പറയണ്ട. ആദ്യം ആയത്ത് ബ്രാക്കറ്റ് ഇല്ലാതെ വായിക്ക്. 3:47 ബ്രാക്കറ്റ് ഇല്ലാതെ 47 48 ബ്രാക്കറ്റ് ഇല്ലാതെ വായിക്ക്. എന്നിട്ട് നമുക്ക് പിന്നെ പറയാന്ന്. അതിലിത്ര നേരം പറഞ്ഞോണ്ടിരുന്നേ. ശരി, ഞാൻ താങ്ക് യു. ഇതാണ് മാന്യത. എനിക്ക് വായിക്കാൻ 1 മിനിറ്റ് വേണം. ഓക്കെ, സമ്മതാണോ? നീ ആയത്ത് വായിക്കുകയാണെങ്കിൽ 5 മിനിറ്റ് എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ ആയത്ത് വായിക്കണം, വേറൊരു വാചകം വായിക്കരുത്. ഞാൻ ആയത്ത് വായിക്കാൻ പോവുകയാണ്. എനിക്ക് 5 മിനിറ്റ് തന്നിട്ടുണ്ട്, മനസ്സിലായിക്കോളൂ. ഇനി എന്റെ 5 മിനിറ്റിൽ ആയത്ത് വായിക്കുകയാണെങ്കിൽ പറഞ്ഞ് വായിക്കാൻ 5 മിനിറ്റ് ഞാൻ ആയത്ത് വായിച്ചിരിക്കും. എത്ര പേടി ജെന്റിൽ എനിക്കൊരു 5 മിനിറ്റ് തരുന്നതിന് വായിക്കാൻ. എന്താ നിങ്ങൾ പ്രശ്നം എന്താണെന്ന്? എനിക്ക് അനുവദിക്കൂ, ഒരു 5 മിനിറ്റ് അനുവദിക്കൂ. വെയിറ്റ് ചെയ്യ്. ആയത്ത് വായിക്ക്. ആ 5 മിനിറ്റ് ഞാൻ ആയത്ത് വായിക്കും. ആയത്ത് ഞാൻ വായിക്കും. 5 മിനിറ്റിൽ വായിക്കുന്നില്ല, ഇപ്പൊ വായിക്ക്. എനിക്ക് 5 മിനിറ്റ് വരണം. അതിൽ നിങ്ങൾ ഇടവരുത്. ആയത്ത് വായിക്ക്. ആയത്ത് വായിക്കാൻ 5 മിനിറ്റ് എന്ന് പറഞ്ഞ ആയത്ത് വായിക്ക്. ഒരു അപേക്ഷകളുണ്ട്. ഈ ബ്രാക്കറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ്, അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉപകാരം കേട്ടോ മക്മലെ. ആയത്ത് വായിക്ക് മക്മലെ, പ്ലീസ്. ആയത്ത് വായിക്ക് പ്ലീസ്. അതിന്റെ മലയാളം ആയത്ത് വായിക്ക് മക്മലെ. നമ്മുടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുണ്ടോ? എത്ര നേരം കൊണ്ടാണ് വായിക്കായിരിക്കും. ജെന്റിന്റെ ഈ അസഹിഷ്ണുത കാരണം വായിക്കായിരിക്കുന്നത്. പറയുമ്പോൾ ആയത്ത് വായിക്ക്. നീ ഒന്ന് ഇടപെടാതെ ആയത്ത് വായിക്ക് മക്മലെ. അതെ, 5 മിനിറ്റ് ഞാൻ അടുത്ത് വായിക്കാൻ പോകണം. ഞാനിപ്പോ 4-ാമത്തെ മിനിറ്റ് കഴിഞ്ഞാൽ വായിക്കും. ഓക്കെ, ആയത്ത് വേണ്ട, നീ വായിക്കണ്ട, നീ പോവുകയാണ് ഇനി റൂമിന് പുറത്തെ. നഹാസിനെ പറ്റി വല്ലതും സംസാരിക്കാനുണ്ടോ? ഹലോ നഹാസെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ന്യൂക്ലിയർ ഇവിടെ ഉണ്ടോ? കേൾക്കാം. ന്യൂക്ലിയർ ക്യാരി ഓൺ. ഞാൻ ഓഫീസിലാണ്. സത്യ ബ്രദറോ ആരെങ്കിലും ടേക്ക് ഓവർ ചെയ്യോ? അല്ല, ഇന്നലത്തെ വിഷയം ഇതായിരുന്നു നഹാസെ. ഈ 19-ാം അധ്യായത്തിലെ 17-ാം വാക്യം 3:47 പറയുന്നത് പ്രകാരം ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ അള്ളാഹുവിന്റെ ആത്മാവ് തികഞ്ഞ മനുഷ്യരൂപത്തിൽ മറിയത്തിന്റെ അടുത്തേക്ക് വന്നു. നിനക്കൊരു അതിപരിശുദ്ധനായ കുഞ്ഞിനെ തരാനാണെന്നൊക്കെ ഒരു കോൺവെർസേഷൻ നടക്കുന്നു. പിന്നെ 3:47 തിരിച്ചു മറിയം ചോദിക്കുന്നു, ഇതൊക്കെ എനിക്ക് എങ്ങനെ സംഭവിക്കും? ഞാനൊരു പുരുഷനും എന്നെ സ്പർശിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ മറിയവും അള്ളാഹുവും തമ്മിൽ കോൺവെർസേഷൻ നടക്കുന്നു. അള്ളാഹു ഒരു മനുഷ്യരൂപത്തിൽ മറിയത്തിന്റെ അടുത്തേക്ക് വന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ഈ മനസ്സിലാക്കിയ തെറ്റുണ്ടെങ്കിൽ നഹാസ് ആ പറഞ്ഞ ആയത്തുകളൊന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യം ആയത്ത് വായിക്കണം. ഇതാണ്, അതല്ലേ ന്യൂക്ലിയർ ബ്രദറെ? അല്ലല്ല, സത്യപ്ര പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അള്ളാഹുവിന്റെ ആത്മാവാണ് പൂർണ്ണ മനുഷ്യരൂപത്തിൽ മറിയത്തിന്റെ അടുത്ത് വരുന്നത്. രണ്ടാമത്തെ അള്ളാഹുവാണ് മറുപടി പറയുന്നത് മറിയത്തിനോട്. അല്ലല്ല, ഒരു മിനിറ്റ്. അതൊക്കെ ഈ 19-ാമത്തെ 19-ാം അധ്യായത്തിൽ പറയുന്നത് അള്ളാഹുവിന്റെ ആത്മാവ് 19:17 കൃത്യമാണ്. 19:17 പറയുന്നത് കറക്റ്റാണ്. അവിടെ വരുന്നു 3:47 വരുമ്പോഴാണ് എന്റെ രക്ഷിതാവേ എന്ന് പറഞ്ഞ മറിയം അവിടെ സംസാരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ രക്ഷിതാവേ എന്ന് മറിയം വിളിച്ചത് ആരെയാണ്?
ശരിയല്ലേ സത്യബ്രോ? അതല്ലേ നമ്മുടെ തീർച്ചയായിട്ടും അതായത് രക്ഷിതാവേ എന്ന് വിളിച്ചപ്പോൾ അതിനോട് ചേർന്ന അല്ലൂടെ തൊട്ടടുത്ത് ഹലോ അപ്പോൾ പറഞ്ഞെന്താണ്? അപ്പോൾ അള്ളാഹു പറഞ്ഞു എന്നാണ് അടുത്ത വാചകം കിടക്കുന്നത്. അതെ അതെ സോൾജിയർ അതെ ബ്രദറെ. അതെ. അപ്പൊ ഈ രണ്ടായത്താണ് നഹാസെ ഇവിടുത്തെ ചർച്ചാ വിഷയം. അതിനെപ്പറ്റി നഹാസിന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? മഹ്മൽ താഴെ ഉണ്ടല്ലേ? ഓക്കെ. ഞാന് അധികം സമയം നിൽക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഓക്കെ. ഇവിടെ നിങ്ങള് സംശയം അത് 19 തന്നെ 19 അധ്യായത്തിലെ തന്നെ അത് തുടരങ്ങ് വായിച്ചാൽ തീരും. എന്നാലും അത് പറഞ്ഞു കൊടുത്തതുമാണ്. 19 എത്തുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അള്ളാഹു ആത്മാവെന്ന് ഉദ്ദേശിച്ച ആരെയാണെന്ന്. ആ മനുഷ്യരൂപം തന്നെ പറയുന്നുണ്ട് ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സംശയം അവിടെ തന്നെ തീരേണ്ടതാണ്. പിന്നെ അത് 19 അധ്യായത്തിലെ ഒരു വാക്കും ഈ 3-ാം അധ്യായത്തിലെ 47 കൂടെ എടുത്തുകൊണ്ട് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇവിടെ മറിയം ബീവി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. 3:47 പറയുന്നത്. അവിടെ കൃത്യമായിട്ട് ദൂതൻ വന്നതും ദൂതൻ സംസാരിച്ചതും അടക്കം ഉള്ള കാര്യങ്ങൾ, അതായത് അതിന്റെ തുടർച്ചയായിട്ട് 17 കഴിഞ്ഞിട്ട് 18, 19 കൂടെ വായിക്കുമ്പോൾ തന്നെ അവിടെ ക്ലിയർ ആണ്. ഇന്നലെ അത് പറഞ്ഞു കൊടുത്തതുമാണ്. മക്മലെ അല്ല, അപ്പൊ നഹാസ് അപ്പൊ സംശയം ചോദിച്ചോട്ടെ? നഹാസിന്റെ അടുത്ത് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, ഒരു മിനിറ്റ്. നഹാസ് Carry on, clear. ഒരു 2 മിനിറ്റ്സ്. ജനറൽ ബ്രോ മൈക്ക് എടുത്തോളൂ. 2 മിനിറ്റ്സ് കഴിഞ്ഞാൽ No, no, അല്ലാതെ he's walking out of the ബ്രദർ office. 2 മിനിറ്റ്സ് പറഞ്ഞു. He may pop in any time. Carry on, no clear. അപ്പൊ നഹാസെ, എന്റെ ചോദ്യം ഇതാണ്. അപ്പൊ ഈ വന്ന ഇപ്പൊ നഹാസ് പറഞ്ഞല്ലോ ഒരു മലക്കാണ് വന്ന, എങ്ങനെയാണോ എന്റെ രക്ഷിതാവേ എന്ന് വിളിച്ചത്? അല്ല, ഇവിടെ 19-17 കൊണ്ട് തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ കൃത്യമായിട്ട് പറയും ആരാണ് മറിയം ബീവിയുടെ മുമ്പിൽ നിൽക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ദൂതൻ മറിയം ബീവിയോട്, അല്ലെങ്കിൽ ഞാനത് വചനങ്ങൾ ഞാൻ വായിച്ചു തരാം. 19 ഏത് വചനം വായിക്കണം പറ, ഞാൻ വായിക്കാം. 17 തൊട്ട് 19 വരെ വായിച്ചാൽ മതി. ഓക്കെ. അപ്പൊ 17-ാമത്തെ വായിക്കാണ്. എന്നിട്ട് അവർ കാണാതിരിക്കാൻ അവൾ ഒരു മറയുണ്ടാക്കി. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം അവളുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇനി അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യാൻ വേണ്ടി നിന്റെ രക്ഷിതാവ് അയച്ചൊരു ദൂതൻ മാത്രമാകുന്നു ഞാൻ. ഇനി 20. അവൾ പറഞ്ഞു, എനിക്കെങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടാവും? യാതൊരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല, ഞാൻ ഒരു നടപടിക്കാരിയുമായിട്ടില്ല. ഈ 19-ന്റെ 20 3:47 മിറിയം റിപ്പീറ്റ് ചെയ്യുന്നത്. 3:47 പറയുന്നു, അവൾ പറഞ്ഞു, മിറിയം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എനിക്കെങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക? എന്നെ ഒരു മനുഷ്യന് സ്പർശിച്ചിട്ടില്ലല്ലോ. അപ്പൊ തിരിച്ച് അള്ളാഹു പറഞ്ഞു, അങ്ങനെ തന്നെയാകുന്നു, ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടി. അപ്പൊ ഈ മിറിയത്തിന്റെ അടുത്ത് സംസാരിക്കുന്നത് അള്ളാഹു ആണോ? എന്റെ രക്ഷിതാവേ എന്ന് വിളിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ മിറിയം ചോദിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യന് അപ്പൊ തന്നെ ആൻസറും കൊടുക്കുന്നുണ്ട്. ഇത് അള്ളാഹു ആണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ജിബ്രീലാണോ സംസാരിക്കുന്നത്? ന്യൂക്ലിയർ എവിടെയാണ് വായിച്ചത് അള്ളാഹു എന്നുള്ളത്? 1:3:47, 1:19. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചാടിപ്പോവല്ലേ. ഒരു അധ്യായം മൊത്തത്തിൽ വായിച്ചാൽ ആ കോണ്ടെക്സ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് പറഞ്ഞല്ലോ. അവിടെ പ്രാർത്ഥിച്ച കാര്യം മാത്രമാണ് പറയുന്നത്, അത് വേറെ കോണ്ടെക്സ്റ്റ് ആണ്. അപ്പൊ ആ പ്രാർത്ഥിച്ച കാര്യം മാത്രം എടുത്ത് പറയുകയാണ്. പ്രാർത്ഥിച്ചു എന്നുള്ളത് എവിടെയാണ്? 3:47 എവിടെയാണ് പ്രാർത്ഥിച്ചുള്ളത്? അതെ, 3:47 അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായിട്ടും ഉണ്ട്. അല്ല, ഇത് ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞത് 19 കൃത്യമാണോ? 19 മനസ്സിലായോ? അപ്പൊ നമ്മുടെ ആത്മാവെന്ന് 19-ാം അധ്യായത്തിലെ സംശയം തീർന്നു? ഇല്ല, 19 തീർന്നിട്ടില്ല. 19 തീർന്നിട്ടില്ല. എന്നിട്ട് അപ്പൊ അത് ക്ലിയർ ആക്കിയിട്ട് പോരെ 3-ാം അധ്യായത്തിലോട്ട് പോകണ്ട? ഇല്ല, നമ്മൾ 3:47 നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. അതെന്തിനാണ് ചാടുന്നത് ന്യൂക്ലിയർ? അതല്ലേ മക്മലും ചോദിച്ചത്. സെയിം കാര്യം തന്നെയല്ലേ 19-20 പറയുന്ന കാര്യം തന്നെയല്ലേ 3:47 സെയിം കാര്യം തന്നെ. അതെ, അത് ഇവിടെ തന്നെ പൂർണ്ണമാണല്ലോ. ഇവിടെ നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് 47-ലോട്ട് പോകുന്ന 3-ാം അധ്യായത്തില്? ദൂതനാണ് വന്നതെന്നാണ് ഇവിടെ തന്നെ പൂർണ്ണമായിട്ട് അത് വിവരിക്കുന്നുണ്ടല്ലോ. ഞാൻ നഹാസിന്റെ വാദം കൊടുക്കുന്നു, ദൂതനാണ് വന്നതെന്നാണ് നഹാസ് പറയുന്നത്. ശരിയാണോ? അതെ. അപ്പൊ ഈ 3:47 മിറിയ ആരായിട്ടാണ് സംസാരിക്കുന്നത്? അത് പറഞ്ഞു തന്നാൽ. മറിയം ബീവി അവിടെ അള്ളാഹുവിനോട് പറഞ്ഞ കാര്യം അത് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ തിരിച്ചൊരു മറുപടി പറയുന്നുണ്ടല്ലോ, ചോദിക്കുന്ന. അവിടെ എനിക്ക് മനസ്സിലായത് 3:47 മറിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഞാൻ വായിക്കാം, 3:47 വായിക്കാം. മിറിയം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ മാർക്ക് കൂട്ടിട്ടുണ്ട്. ഇനി
എന്നെ ഒരു മനുഷ്യന് സ്പർശിച്ചിട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റിനോട് ഉത്തരം പറയാൻ നോക്കിയേ. അള്ളാഹു പറഞ്ഞു അങ്ങനെ തന്നെയാകുന്നു, താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു. മനസ്സിലായോ? ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് ഉത്തരവും പറയുന്നുണ്ട്. ഒരു കോൺവെർസേഷൻ ആണ്, ഒരു പ്രസന്റ് കോൺവെർസേഷൻ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അവിടെ ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട് ഫസ്റ്റ് അതെ, സെന്റൻസിൽ. ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. അത് പ്രാർത്ഥന എന്നുള്ളത് നഹാസാണ് പറയുന്നത്. നഹാസാണ് ഇനി തെളിയിക്കേണ്ടത് അത് പ്രാർത്ഥന എന്നുള്ളത്. കൂടാതെ അതേ കാര്യം 19-ാം മിറിയത്തിന്റെ അടുത്ത് അധ്യായത്തിലും സംസാരിക്കുന്നത് ആരാണ്? മിറിയത്തിന്റെ അടുത്ത് അള്ളാഹു നേരിട്ട് സംസാരിച്ചോ? അത് വേറെ അതെ. ആയിട്ട് കോൺട്രഡിക്ട് ചെയ്യും. 42-ന്റെ 51 അള്ളാഹു മിറിയത്തിന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ 42-ന്റെ 51 കോൺട്രഡിക്ട് ചെയ്യും. കാരണം അള്ളാഹു ഒരു മനുഷ്യനോട് നേരിട്ട് സംസാരിക്കില്ല. ന്യൂക്ലിയർ ബോംബ് അങ്ങോട്ടൊക്കെ എന്തിനാ ഇപ്പൊ പോകുന്നേ? വേറെ ആയത്തിലോട്ട് ഒന്നും പോവാതെ അത് ന്യൂക്ലിയർ അങ്ങനെ ചാടി പോവാതെ. ഓക്കെ, അപ്പൊ ന്യൂക്ലിയറെ ഞാനിത് 19-ൽ തന്നെ അതിലുണ്ട്. 19-ലെ 20-ഉം 21-ഉം കൂടെ വായിക്കുമ്പോഴേ കൃത്യമായിട്ട് മനസ്സിലാവും. ഒറ്റ സെക്കൻഡ്, ഇടയ്ക്ക് കയറല്ലേ. നഹാസിന്റെ വാദം സമ്മതിച്ചു. ഒറ്റ 19 സെക്കൻഡ്. ദൂതനാണെന്ന് നമുക്ക് നഹാസ് ഒരു ആർഗ്യുമെന്റിന് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു, നഹാസെ ദൂതനാണ് വന്നേക്കണേന്നുള്ളത്. പക്ഷെ 3-ന്റെ 47-ൽ മിറിയമായിട്ട് സംസാരിക്കുന്ന ആരാണെന്നാണ് എന്റെ ചോദ്യം. അതെ, അതിൽ പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു. അതാരാണ്? ദൂതൻ പറഞ്ഞു, അപ്രകാരം തന്നെ നിന്റെ റബ്ബ് പറയുന്നു. ആ ദൂതൻ പറയാണ് നിന്റെ ഏത് ദൂതൻ? നഹാസ് 3-ന്റെ 47 സംസാരിക്കുന്നുണ്ട്. നഹാസെ 3-ന്റെ 47-ൽ ഒരാൾ സംസാരിക്കും. സത്യം ഇടയ്ക്ക് കയറില്ലേ. നമ്മൾ ഇതിൽ ഒരു തീരുമാനമാക്കട്ടെ. നഹാസെ 3-ന്റെ 47-ൽ മിറിയം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചോദിച്ച് നിർത്തുന്നുണ്ട്. മനസ്സിലായോ? മിറിയം ഒരു ന്യൂക്ലിയർ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം 19-ാം അധ്യായം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോരെ 3-ാം അധ്യായത്തിലോട്ട് പോണത്. അല്ലെങ്കിൽ 3 ക്ലിയർ ചെയ്യാം. ഞാൻ നഹാസിന്റെ വാദം അംഗീകരിക്കുന്നു, അവിടെ ദൂതനാണ് വന്നേക്കണെന്ന് വിചാരിച്ചോ, ഒരു പ്രശ്നമില്ല. നമുക്ക് പിന്നീട് വിചാരിക്കുകയല്ല, ഇതില് ഖുറാനിലുള്ള ആയത്താണ്. അല്ല, ഓക്കെ, ആ ദൂതനാണ്, അവിടെ ദൂതനാണ് വന്നേക്കുന്നത്. ഈ ദൂതനാണ് വന്നേക്കുന്നത്. ഈ ദൂതനെയാണോ ഈ രക്ഷിതാവെന്ന് വിളിച്ചത്? അല്ല. അപ്പൊ പിന്നെ ആരെ വിളിച്ചേ? ദൂതൻ വന്നപ്പോൾ അത് കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അത് 19-17 തൊട്ട് വായിക്കാം. 19-ൽ സംശയമില്ലല്ലോ, അവിടെ ദൂതനാണ് വന്നേക്കണെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. പിന്നെ ദൂതനോടാണോ സംസാരിച്ചെന്ന് ചോദിച്ചാൽ എങ്ങനെ ശരിയാവുക? നമ്മുടെ ക്വസ്റ്റ്യൻ കിടക്കുന്ന മറിയമിന്റെ രക്ഷിതാവ് ആരാന്നാ ഖുർആൻ പറയുന്നത്? ഞാൻ ചോദിച്ചത് മിറിയം ആദ്യമായിട്ട് കണ്ട, അല്ലല്ല, ഒറ്റ സെക്കൻഡ്. ആദ്യമായിട്ട് തന്റെ മുമ്പിൽ വന്ന ആളെ കണ്ട് ഭയന്നിട്ട് അല്ലെങ്കിൽ സംശയത്തോടെ നോക്കുന്ന മറിയം ആ ആളെ രക്ഷിതാവായിട്ട് വിളിക്കുമോ? മനസ്സിലായില്ല. അല്ല, ഇതാണ് ഞങ്ങളുടെ സംശയം. ഇതാ ചോദ്യമാണ് അവിടെ. അതെ, അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയെ തന്റെ ദൂതുമായിട്ട് വന്ന ആ വ്യക്തിയെ കണ്ടപ്പോൾ പരിഭ്രമിച്ചിട്ട് തന്റെ രക്ഷിതാവിനോട് അഭയം പ്രാപിക്കുകയാണ്. ആ പ്രാർത്ഥനയാണ്, ആ ഒരു രക്ഷിതാവിനോടുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. ആ രക്ഷിതാവിനോട് ചോദിക്കുന്നതാണ്. അത് ഏത് അർത്ഥത്തിലാണെന്ന് മക്മൽ ഇവിടെ ഇരുന്ന് പറഞ്ഞതല്ലേ? പറഞ്ഞിട്ടില്ല. നമുക്കൊരു പ്രയാസം വരുമ്പോൾ എന്റെ ദൈവം ആ കാര്യം അള്ളാഹു പറഞ്ഞു എന്ന കാര്യം മക്മൽ വിഴുങ്ങിയിട്ടാ വായിച്ചത്. ഇല്ല, ഇവിടെ നിങ്ങൾ 2 ആയത്തും കൂടെ 2 അധ്യായത്തിലെ ഓരോ ആയത്തിൽ എടുക്കുന്നുണ്ടുള്ള പ്രശ്നമാണ്. നമ്മൾ 3-ന്റെ 47-ലെ അല്ല, 19-ൽ കൃത്യമായിട്ട് മനസ്സിലായോ? ഈ വന്ന ദൂതനോട് സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചു. 19-ൽ ദൂതനാണ് വന്നേക്കുന്നത്. എന്റെ ചോദ്യം 3-ന്റെ 47-ൽ വന്ന് സംസാരിക്കുന്ന ആരോടാണ്? ആരും വന്നിട്ടില്ലല്ലോ. അവിടെ എവിടെ എഴുതിയിരിക്കുന്നത്? ആരെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ മിറിയം ഒരു ചോദ്യം ചോദിക്കണ്ട ഒരാളുടെ അടുത്ത്. എന്റെ രക്ഷിതാവെ, എനിക്ക് എങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടാവും? എന്നെ ഒരു മനുഷ്യന് സ്പർശിച്ചിട്ടില്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്കിന് ഈ ചോദിച്ച ആള് മറുപടിയും പറയുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞു മറുപടി പറയുന്നുണ്ട്. താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുമെന്നും പറഞ്ഞ് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താണിത്? ഇതിനെ കുറിച്ചാണ് ഞാൻ നഹാസിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അള്ളാഹു മറിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അല്ലേ അതെന്നാണ് ചോദ്യം. അതൊരു മറിയമിന് ദൂതനിലൂടെയാണ് അള്ളാഹു മറുപടി കൊടുക്കുന്നത്. ഒറ്റ സെക്കൻഡ്. എന്തുകൊണ്ട് ആ ദൂതനെ തിരുത്തിയില്ല? ദൂതൻ എന്തുകൊണ്ട് രക്ഷിതാവേ എന്ന് വിളിച്ചപ്പോ അത് തിരുത്തിയില്ല? ദൂതനാണെങ്കിൽ ദൂതനെ അല്ലല്ലോ ഇവിടെ മറിയം ബീവി ആദ്യം പറയുന്നത്. ഇത് എന്താണ്? 18 ഒന്ന് വായിച്ചു. ഒറ്റ സെക്കൻഡ്. 3:47 തന്നെ നിക്ക്. അവൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താണ് കോളനാണ്? ആദ്യം ഈ സന്ദർഭം ചോദ്യമാണ് അവിടെ. ഒറ്റ സെക്കൻഡ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോയി പഠിക്കുക. അവൾ പറഞ്ഞു. അറിവില്ലാത്തത്
അവൾ പറഞ്ഞു, അറിവില്ലെങ്കിൽ ഉണ്ടായിരിക്കും. അവൾ പറഞ്ഞു. സത്യപ്രോ എന്താണ് സോൾജറെ? ചുമ്മാ തന്നെ ഇവിടെ വന്നിട്ട് ആരും സംസാരിക്കുന്നത്? നഹാസ കേക്ക് പ്ലീസ്. ഇവിടെ ഈ ഖുറാന്റെ 19-ാം അധ്യായം 3:47 വായിക്കുമ്പോഴുള്ള സംശയങ്ങളാണ് ഇവിടെ അതെ, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റ സെക്കൻഡ്, അത് ഞാൻ പറഞ്ഞല്ലോ. നഹാസ് ഒന്ന് കേട്ടു, അതിനുശേഷം സംസാരിച്ചോളൂ. നഹാസ് മൈക്ക് തരികയാണ്. 19-ാം അധ്യായത്തിൽ നഹാസ് പറഞ്ഞതുപോലെ അവിടെ നഹാസ് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആണെന്ന് ന്യൂക്ലിയർ പറഞ്ഞു. ഓക്കെ, ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് ഇവിടെ സമ്മതിച്ചു, അവിടെ മലക്കാണ് വന്നത്. 19-ാം അധ്യായത്തിൽ അവിടെ വേറെ എന്തെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയൂ. അതുകൊണ്ട് 19-ാം അധ്യായം താങ്കൾ പറഞ്ഞു തന്നതനുസരിച്ച് ഞങ്ങൾ അംഗീകരിക്കുകയാണ്, അത് തീർക്കുക. ഇനി അവിടെ എന്തെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ടോ? 19-ാം അധ്യായത്തിൽ അവിടെ ആരാണ് വന്നത്? ഓക്കെ, 19-17 തൊട്ട് ഞാൻ വായിക്കുവാണ്. ഇടയ്ക്ക് കയറല്ലേ ബ്രദറെ? ഒരു അറബിയിൽ വായിക്കാമോ? അറബിയിലും കൂടെ വായിക്കാമോ പ്ലീസ്? ഒരു കാര്യം സോൾജിയ ബ്രദറെ, എനിക്കത് റസൂലാണോ മലക്കാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ, പ്ലീസ്. സോൾജിയ ബ്രദർ, ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ? അവിടെ ദൂതൻ മാത്രമാവെന്ന് പറഞ്ഞില്ലേ, അത് മലക്കാണോ ദൂതനാണോ എന്ന് എനിക്ക് അറിയണം. വായിക്കി സത്യ. ഇവിടെ പരിചയപ്പെടുത്തുന്ന മലക്കാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. നിങ്ങളുടെ വാദം ഞാനൊന്ന് കേൾക്കട്ടെ. ഞങ്ങൾ അംഗീകരിക്കാൻ റെഡിയാണെന്നേ. അറബി വായിക്കി. നമ്മുടെ ആത്മാവിനെ തന്നെ പേടിയുണ്ടോ? അറബി അറിയില്ലേ? അതെ, ഇലൈഹ റൂഹനാന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ആത്മാവിനെ അയച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ഒരു ദൂതൻ മാത്രമാകുന്നു എന്ന് പറഞ്ഞതിന്റെ അറബി എനിക്ക് കേൾക്കണം. ഞാനൊരു ദൂതൻ മാത്രമാകുന്നു എന്ന് പറഞ്ഞതിന്റെ അറബി ഇങ്ങോട്ട് എടുത്തേ. എന്തിനാ? എന്നാ പിന്നെ സത്യ ഒരു മലക്കാണെന്ന് പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അവിടെ മലക്കുമില്ല ഒലക്കുമില്ല. നഹാസ് നമ്മുടെ 3:47 അവിടെ തന്നെ കിടക്കേണ്ടോ നഹാസ്? നമ്മൾ ഒരു പോയിന്റ് പോലും അല്ലല്ലോ. ന്യൂക്ലിയർ ബ്രദർ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല അവിടെ മലക്കാണെന്ന്. എനിക്ക് ഇവിടെ 19 ഞാൻ വായിക്കാം. മലക്കാണെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നത് അറബി വായിച്ച് റസൂല് റബ്ബിക്കിൻ. അവിടെ മലക്കുന്ന എവിടെ എഴുതിയിട്ടുണ്ടോ? കേട്ടല്ലോ ആർഗ്യുമെന്റ് കേട്ടല്ലോ സോൾജിയ ബ്രദറെ. അവിടെ മലക്കുമില്ല ഒലക്കയുമില്ല, റസൂല് മാത്രമാണ്. അല്ല, അവിടെ 19:17 നമ്മുടെ ആത്മാവിനെ അയച്ചു എന്നല്ലേ? അല്ല, ഇവര് പറഞ്ഞു സ്ഥാപിക്കുന്നത് 19 പിന്നെ താഴോട്ട് വായിച്ചാൽ അത് ദൂതൻ മാത്രമാവും പറയുന്നുണ്ട്. അത് മലക്കുന്ന അവിടെ എഴുതിയിട്ടില്ല. മലക്കുന്ന ഒരു വാക്ക് അവിടെ ഇല്ല. സത്യബ്രോ, 19:17 നമ്മൾ വായിച്ചാല് അവിടെ അള്ളാഹു അവിടെ എങ്ങനെയാ പറയാ? 19:17 പറയുന്നു, മറയുണ്ടാക്കി താമസിച്ച മറിയമിന്റെ അടുത്തേക്ക് നമ്മുടെ ആത്മാവിനെ അയച്ചു. അവിടെ അയച്ചിരിക്കുന്നത് ആത്മാവിനെയാണ്. എന്നിട്ട് പിന്നെ താഴോട്ട് വായിക്കുമ്പോഴേ പറയുന്നത് ദൂതൻ മാത്രമാവുന്നു പറയുന്നുണ്ട്. മലക്കാണെന്ന് ഇവരാണ് കൊണ്ടുവരുന്നത്. അല്ല, ഒരു മിനിറ്റ്. അപ്പൊ അങ്ങനെ അള്ളാഹു അവിടെ ഖുർആനിൽ പറയുന്നു, എന്റെ ആത്മാവിനെയാണ് ഞാൻ അയച്ചതെന്ന് പറയുമ്പോൾ അത് മലക്കാണെന്ന് നഹാസെ എങ്ങനെയാണ് നിങ്ങൾ പറയുക? ആത്മാവും മലക്കും ഒന്നാണോ? നാസ് ഭായ്, എന്റെ പൊന്നോ, ഇവിടെ മലക്ക് തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നെ അള്ളാഹു അയച്ചതാണ്, റസൂലാണെന്ന്. സത്യപ്രോ, മലക്ക് പരിചയപ്പെടുത്തുന്നത് കൊണ്ടല്ല നമ്മൾ പോകുന്നത്. നമ്മൾ 19:17 അവിടെ അള്ളാഹുവിന്റെ വചനമായിട്ടാണ് ഇവിടെ വായിക്കുന്നത്. എന്റെ ആത്മാവിനെ ഞാൻ അയച്ചു എന്ന് പറയുന്നത് അള്ളാഹു അല്ലേ? നാസ് ഭായ്, നമുക്ക് സിമ്പിൾ ആയിട്ട് പോവാം. സോൾജറെ, ഒറ്റ സെക്കൻഡ്. ഇത് ഒരു ആയത്തെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സകല സംശയത്തിന് വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ അതില്ല, അത് പറ്റത്തില്ല. ഒറ്റ സെക്കൻഡ് ഞാൻ ഒന്ന് പറയട്ടെ. ഒരു സോൾജർ ഇടയ്ക്ക് കയറില്ല. ഇടയ്ക്ക് കയറില്ല. ഞാൻ നിങ്ങളെ സൈലന്റ് ആയിട്ട് ഇന്ന് കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് കൂടെ കേൾക്കും. പറഞ്ഞു. സോൾജർ ബ്രോ, ഇവിടെ അള്ളാഹു ദൂതുമായിട്ട് അയക്കുന്ന തന്റെ സന്ദേശവാഹകനായിട്ട് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. അത് ഖുറാന്റെ മറ്റു പല ഇടങ്ങളിലും അത് കാണുന്നുണ്ട്. ഇനിയിപ്പോ അത് തെളിയിച്ചിട്ട് ഈ ഖുറാന്റെ അപ്പോ ജിബ്രീൽ എന്ന മാലാഖ മുഖേനയാണ് സന്ദേശങ്ങൾ എത്തിക്കുന്നത്. സന്ദേശങ്ങൾ എത്തിക്കാൻ, ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കാൻ അള്ളാഹു നിയോഗിച്ച മലക്കാണ് ജിബ്രീൽ. അത് ഖുറാന്റെ മറ്റു പല ഭാഗത്തും പറയുന്നുണ്ട്. അപ്പോ ഇവിടെ ഒരു ആയത്തിൽ തന്നെ ഈ സകല സംഭവങ്ങളും ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞാല് നിങ്ങളുടെ സകല സംശയത്തിനും
ഈ ഒരു ആയത്ത്, ഈ ഒരു 3 വരിയിൽ തന്നെ സകല ഉത്തരങ്ങളും വേണമെന്ന് പറഞ്ഞാൽ അത് പാടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഖുർആന്റെ ഒരു നീതിശാസ്ത്രമുണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആയത്തില് ഇപ്പൊ ദൂതൻ എന്ന് പറഞ്ഞാൽ അത് ആരാണെന്ന് അറിയണമെങ്കിൽ ആ ഖുർആന്റെ മറ്റു ഭാഗങ്ങളിലോട്ട് നോക്കണം. ഈ അള്ളാഹുവിന്റെ സന്ദേശവുമായിട്ട് ഇറങ്ങുന്നത് ആരാണ്, അപ്പൊ ആ ആയത്തിലോട്ട് പോകേണ്ടി വരും. അതിലൂടെ നമുക്ക് അറിയാവുന്നവർക്ക് ഈ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഓക്കെ നാസ്ബായ് പറഞ്ഞ പോയിന്റ് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് എനിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ ചോദ്യം അല്ല, എന്റെ വിശ്വാസമല്ല, ഖുർആൻ മൊത്തത്തിൽ ഒരു ആവർത്തി വായിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നാസ്ബായ് ഒന്ന് കേൾക്കുക പ്ലീസ്, ഇടയ്ക്കല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു ആയത്ത് വായിക്കുമ്പോൾ അതിൽ ഖുറാനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വേണമെന്ന് നിങ്ങൾ പറയുന്നില്ല. അത് ആരും പറയുകയുമില്ല, നഹാസും പറയില്ല. പക്ഷെ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ആയത്തിനകത്ത് ഒരു ആശയമുണ്ടല്ലോ, ഒരായത്തിൽ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ ഒരു ആശയമുണ്ട്. ആ ആശയമാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ ഖുറാൻ 19:17 അള്ളാഹു പറയുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ അയച്ചു എന്ന് അള്ളാഹുവിടെ, ശരിയല്ലേ? ഖുറാനിനകത്ത് തികഞ്ഞ മനുഷ്യരൂപം എടുത്ത് മറിയത്തിന്റെ അടുത്തെത്തി എന്ന് പറഞ്ഞത് അല്ലല്ല, രൂപം നിൽക്കട്ടെ. ആത്മാവിനെ ഞാൻ അയച്ചു എന്ന് അള്ളാഹുവിടെ പറയുന്നുണ്ടോ? നമുക്ക് വേറെ ഒരു അർത്ഥവും മലക്കോ ഒന്നും പറയണ്ട. നമുക്ക് 19:17 അള്ളാഹു പറയുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ അയച്ചു. അത് ശരിയാണ് മാത്രം എന്ന് പറഞ്ഞാൽ മതി. സോൾജറെ, അതാണ് പറഞ്ഞത്. ഈ അള്ളാഹു തന്റെ ആത്മാവിനെ അയച്ചു എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ആത്മാവല്ല, അത് ജിബ്രീലിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മനുഷ്യന് ആത്മാവുണ്ട്, ആ ആത്മാവിനെ പറഞ്ഞു വിട്ടു അല്ല പറയുന്നത്. ഞങ്ങൾ ഒന്നും ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ ആരും ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അതാണ് അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. അല്ല, നഹാസ് ഭായ് പറഞ്ഞ ഞാൻ മനസ്സിലാക്കാം. പക്ഷേ നഹാസ് അള്ളാഹുവിന് എതിരായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട്. കാരണം ഖുർആൻ ഞങ്ങൾ വായിക്കുന്നതാണ്, അതുകൊണ്ടാണ്. പ്ലീസ്. അപ്പോൾ താങ്കൾ പറയുന്നു അള്ളാഹു ആത്മാവെന്ന് പറഞ്ഞാൽ അത് ആത്മാവല്ല, അത് ജിബ്രീൽ മലക്കാണെന്ന് നഹാസ് പറയുന്നു. അദ്ദേഹം പറഞ്ഞ അള്ളാഹുവിന്റെ ആത്മാവല്ലെന്ന്. ഒരു മിനിറ്റ്. അള്ളാഹു പറയുന്നു എൻ്റെ ആത്മാവിനെ. ഒന്ന് വായിക്കോ ജസ്റ്റ്. സത്യപ്രം ഉണ്ടോ? 19:17. അതിനുശേഷം 3:47 വരാൻ കേട്ടോ, ന്യൂക്ലിയർ പോ. കാരണം 19:17 ക്ലിയർ ആയോ എന്ന് നഹാസ് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ ഒന്ന് നിന്ന് പോയത്. 17 ഇതാണ് കറക്റ്റ് അല്ലേ സോൾജിയർ ബ്രദറെ? 19:17 വായിക്കുമ്പോ, എന്നിട്ട് അവർ കാണാതിരിക്കാൻ അവൾ ഒരു മറയുണ്ടാക്കി. ഇത് സത്യപ്പെട്ട ഒരു മിനിറ്റ്. ഇത് ആര് അള്ളാഹു പറയുന്നതല്ലേ? കഥ പോലെ പറയുന്നതല്ലേ നവാസേ? ശരിയല്ലേ? ഇത് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നൊരു സംഭവം അള്ളാഹു അവിടെ ഒരു കഥ പോലെ മുഹമ്മദിന് പറഞ്ഞു കൊടുക്കുകയാണ്. ശരിയല്ലേ നാസ് ഭായി? നാസെ ആണോന്ന് അറിയാനായിട്ടാണ്, ഇല്ലെങ്കിൽ ശരിയല്ലേ? ഓക്കെ. അപ്പൊ സത്യാപ്രം ഒന്ന് വായിച്ചോളൂ. 19:17 വായിച്ചു. അല്ല, ആ ചോദ്യം ഒന്നും കൂടെ ചോദിച്ചാൽ മ്യൂട്ട് ചെയ്തിരിക്കുന്നു. കാരണം ഇത് പിന്നീട് പറയാൻ കേട്ടില്ലെന്ന് ഒന്നുകൂടെ ചോദിക്കാം. കേട്ടു. നാസ് ഭായി, ഞാൻ ചോദിച്ചത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പണ്ട് നടന്ന കാര്യം അള്ളാഹു മുഹമ്മദിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ശരിയല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഞാൻ വായിക്കാം. 19-ാം അധ്യായം മറിയം എന്നുള്ള അധ്യായത്തിലെ 17-ാം വാക്യം. എന്നിട്ട് അവർ കാണാതിരിക്കാൻ അവൾ ഒരു മറയുണ്ടാക്കി. ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ, ജിബ്രീലിനെ എന്നുള്ളത് ബ്രാക്കറ്റിൽ, നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. അത് മതി. അപ്പൊ നാസ് ഭായി, ഇവിടെ അള്ളാഹു നമ്മുടെ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ ആത്മാവാണ്. പക്ഷെ താങ്കൾ പറയുന്നു അത് അള്ളാഹുവിന്റെ ആത്മാവല്ല. ഇതിൽ ഈ ഒരു പോയിന്റ് ഞങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്? നാസ് പറയും. ഒറ്റ സെക്കൻഡ് എന്റെ DP ഒന്ന് ശ്രദ്ധിച്ചോളൂ. നല്ല ഷർട്ടിന്റെ കളറാണ് കേട്ടോ, നല്ല പിങ്കാണ്. നാസ് DP-ക്കകത്തൊന്നും വരുന്നില്ല. ഞാൻ നോക്കിയിട്ട് നഹാസിനെ മാത്രമേ കാണാവുള്ളൂ. പക്ഷെ നവാസ് ഭായി, നമുക്ക് DP വേണ്ടല്ലോ, ഇവിടെ ആയത്ത് വായിച്ചല്ലോ. ഖുറാന്റെ ആയത്തിനെ കഴിഞ്ഞ് വലുതാണോ താങ്കൾ തർജ്ജമ ചെയ്ത മലയാളത്തിൽ ഇവിടെ വായിച്ചു? അതിനകത്ത് അള്ളാഹു പറയുന്നു നമ്മുടെ ആത്മാവിനെ എന്നാണ് അവിടെ പറയുന്നത്. അതിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഒന്ന് റീഫ്രഷ് ചെയ്യൂ. എന്റെ DP ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോ ഓരോ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇത് പ്രശ്നം എന്താന്ന് വെച്ചാല് ബ്രദറെ, ഒന്നുകില് നിങ്ങള് ഒരു സെക്കൻഡ് സോൾജിയർ ബ്രദറെ,
ഇദ്ദേഹത്തിന്റെ ഡി പിയിൽ ഇട്ടിരിക്കുന്നത് ഖുറാനാണോ? സോൾജിയ ബ്രദറിനോടാണ് ചോദ്യം. അത് നഹാസ് ആണ് പറയേണ്ടത്. നഹാസ് ഭായ്, താങ്കൾ എന്താണ് ഡി പി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു? ഇവിടെ ചോദ്യം ഖുറാൻ 19:17 അതിനകത്ത് നമ്മുടെ മലയാളം തർജ്ജമയ്ക്കകത്ത് എഴുതിയിരിക്കുന്നു അള്ളാഹു നമ്മുടെ ആത്മാവിനെ എന്നാണ് അള്ളാഹു എഴുതിയിരിക്കുന്നത്. ഇനി അതല്ല എന്നാണെങ്കിൽ താങ്കൾ പറഞ്ഞു തരൂ, അള്ളാഹുവിന് തെറ്റിപ്പോയി, അത് അള്ളാഹു ആത്മാവ് അല്ലായിരുന്നു പറയേണ്ടത്, ജബ്രീൽ അല്ലെങ്കിൽ മലക്കെന്നായിരുന്നു പറയേണ്ടത്, താങ്കൾ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. താങ്കൾ വിശ്വാസം പറഞ്ഞു കേൾക്കട്ടെ. ബ്രദറെ, ഞാനൊരു ഡി പി ഇട്ട് അതൊന്ന് വായിക്കാനുള്ള ക്ഷമെങ്കിലും കാണിക്കും നിങ്ങൾ. അത് ഖുറാനാണോ അല്ലയോന്ന്? അല്ലല്ല, ഞാനത് വായിക്കും, പക്ഷെ ചോദ്യം ഇതാണ്, അത് ഖുറാനാണോ? എന്താണ് ഡി പി? എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അതൊന്ന് പറ. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കിയത്? ഖുറാനെന്നാണോ? നിങ്ങൾ അത് പറയുന്നത് ജിബ്രീലാണെന്ന് അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അള്ളാഹു പറയാൻ മറന്നുപോയതാണോ ഓൾറെഡി സോൾജിയ ചോദിച്ചു. അള്ളാഹു ഇവിടെ ജിബ്രീലിനെ ഖുറാനിലൂടെ ഏതൊക്കെ പദം ഉപയോഗിച്ചിട്ടാണ് എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. റൂഹുൽ ഖുദ്സ് എന്നും റൂഹുൽ അമീൻ എന്നും ഒക്കെ പറയുന്നുണ്ട്. അതിൽ ട്രസ്റ്റ് നമ്മുടെ ആത്മാവിനെ നിങ്ങൾ എന്തിനാ വളച്ചോടിക്കുന്നത്? സോൾജിയ ബ്രദർ അങ്ങനെയല്ലേ ഞാൻ വായിച്ചത്? അല്ല, ഒരു മിനിറ്റ് നഹാസ് ഭായ് പറയുന്ന പോയിന്റ് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഓക്കെ ആയിരിക്കാം. നിങ്ങൾ മലക്കിനെ, ജബ്രീലിനെ റൂഹൽ ഖുദ്സ് എന്നോ റൂഹൽ ഇതെന്നോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിശ്വാസം അനുസരിച്ച് വിളിച്ചോ, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ 19:17 നമ്മുടെ ആത്മാവിനെ അയച്ചു, അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നവാസ് ഭായി, അതിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ റൂഹൽ ഖുദ്സ് ആത്മാവ് വന്നിട്ട് എന്താണ് പറഞ്ഞത്? അതാണ് ഞാൻ ചോദിച്ചത്. പ്ലീസ്, അതായത് നമ്മുടെ ആത്മാവിനെ എന്ന് പറയുമ്പോൾ അത് ആരുടെയാണ്? അതാണ് ചോദ്യം. അതാണ് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുകയാണ്, മറിയം ബീവിയോട് പറയുകയാണ്. ഇയാൾ മറിയം ബീവിയോട് പറഞ്ഞതൊക്കെ പറയുന്നത് ആരുടെ ആത്മാവിനെ? നിങ്ങൾക്ക് ഒന്നുകിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം അതില് വിശ്വസിച്ച് പോവുക. അള്ളാഹുവിന്റെ ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് തൊണ്ട ഇടറുന്നു, കാരണം അസത്യമാണ് പറയുന്നത് താങ്കൾക്ക് ബോധ്യം വരുന്നു. താങ്കൾ ഞാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാ തരേണ്ടത്? ഇതിൽ കൂടുതൽ എന്ത് തെളിവ്? ഇതിപ്പോ എന്റെ ഇതൊന്നും അല്ല, എഴുത്തുകളൊന്നും അല്ല ബ്രദറെ. ഈ ഖുറാനില് ജിബ്രീൽ മാലാഖയെ എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇതിൽ ഞാൻ തെളിവ് തന്നിരിക്കുന്നത്. അപ്പൊ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. എന്റെ ആത്മാവ്, നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞാൽ ഉടനെ അള്ളാഹുവിന്റെ ആത്മാവാക്കിയാലേ നിങ്ങൾക്ക് തൃപ്തിയാവുമെങ്കിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചു. എനിക്ക് നമുക്ക് അംഗീകരിക്കാം സത്യ ബ്രോ. അത് മാത്രമല്ല 19 കൃത്യമായിട്ട് പറയുന്നുണ്ട് സോൾജറെ. അവിടെ ഞാൻ അതാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ 19 ചെല്ലുമ്പോൾ ഈ വന്നിരിക്കുന്ന ആളാണ് പറയുന്നത്, തികഞ്ഞ മനുഷ്യനാണ് അവിടെ പറയുന്നത്, ജിബ്രീൽ അല്ല. അവിടെ വന്നിരിക്കുന്ന മനുഷ്യനാണ്, ജിബ്രീൽ അല്ല. ശരിയല്ലേ? ആ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പൊ അതാരാണ്? അപ്പൊ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് മലക്കാണോ അതെയോ മനുഷ്യനാണോ? ആരാ അത്? മനുഷ്യന്റെ രൂപത്തില് ജിബ്രീൽ മാലാഖ. അപ്പൊ മറിയത്തിന്റെ മുമ്പ് നിൽക്കുന്ന ആള് മനുഷ്യനാണോ മലക്കാണോ? ആരാ? മനുഷ്യരൂപത്തിൽ വന്ന മാലാഖ, മലക്ക്. വെരി ഗുഡ്. അപ്പൊ ഒരു മിനിറ്റ്, അപ്പൊ ആ മുമ്പിൽ നിൽക്കുന്ന മറിയത്തിന് മുമ്പിൽ നിൽക്കുന്ന പുള്ളിക്ക് 2 വ്യക്തിത്വം ഉണ്ട്, മനുഷ്യനുണ്ട് മലക്കുണ്ട്. ശരിയാണോ? അതെ അതെ. അപ്പൊ അവിടെ ആ വന്ന വ്യക്തിക്ക് 2 വ്യക്തിത്വം ഉണ്ട്, ഒന്ന് മനുഷ്യ വ്യക്തിത്വം ഉണ്ട്, ഒന്ന് മലക്കും. ശരിയാണോ? ഇനി പിന്നെ ഒരൊറ്റ വ്യക്തിത്വമേ ഉള്ളൂ. മലക്ക് എന്ന വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. രൂപത്തിൽ മാത്രം മാറ്റമുണ്ട്. രൂപത്തിൽ മാറ്റം വന്നു. വെരി ഗുഡ്. അപ്പൊ ആ മലക്ക് എന്ന് പറഞ്ഞ നിങ്ങളുടെ ജിബ്രീല് മറിയത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ ഒരു മനുഷ്യ രൂപം എടുത്തു വന്നു. ശരിയല്ലേ? അതെ. അത് മനുഷ്യനാണോ മലക്കാണോ? ഇയാൾ എന്താ പറയുന്നത്? ഞാൻ മറിയത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ വ്യക്തി ആ സമയം മറിയത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അത് മനുഷ്യനാണോ? സഹോദരൻ, ഞാൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഇവിടുത്തെ ചോദ്യം സിമ്പിൾ ആണ്. ഇപ്പൊ ഇവിടെ 17 വായിച്ചപ്പോൾ അവിടെ ആത്മാവ് എന്ന് പറഞ്ഞു, താങ്കൾ പറഞ്ഞു ആത്മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റൂഹുൽ ഖുദ്സ് എന്നും ജബ്രീൽ എന്നും പല പല വാക്യത്തിൽ പറയുമെന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. കാരണം മറ്റൊരു ആത്മാവ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പാടുപെടും. കാരണം തന്റെ ഈസയെ പറ്റി പറയുന്നത് ആത്മാവാണെന്നാണ് പറയുന്നത്, അതും ജിബ്രീൽ എന്നും പറയേണ്ടി വരും. ഇനി അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ പറയുന്നത് വിശ്വസിച്ചു. അപ്പൊ മറിയത്തിന് മുമ്പിൽ മലക്ക്, നിങ്ങളുടെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല.
വിശ്വസിക്കുക തന്നെ വിശ്വസിക്കണമെന്നാണ് നഹാസുബായി പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതല്ല പറഞ്ഞത്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ എന്റെ വാക്ക് വിശ്വസിക്കണ്ട, നിങ്ങൾ ആ ഖുർആനിക വചനം മാത്രം എടുത്താൽ മതിയല്ലോ. ഖുറാനിക വചനത്തിൽ അങ്ങനെ ഇല്ല. ഖുറാനിക വചനത്തിൽ എങ്ങനെയില്ലാന്ന് അല്ല സോൾജറെ, എങ്ങനെയില്ലാന്ന് ഒന്ന് കേൾക്കൂ. അവിടെ ജബ്രി ഒന്ന് കേൾക്കും. നഹാസ് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ആത്മാവ് എഴുതി വെച്ചു, താങ്കൾ പറഞ്ഞത് സത്യപരം ഒരു മിനിറ്റ്. ഖുറാൻ ഞങ്ങൾ വിശ്വസിച്ചാൽ അവിടെ അള്ളാഹുവിന്റെ ആത്മാവ്, നമ്മുടെ ആത്മാവ്, അള്ളാഹുവിന്റെ ആത്മാവാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അല്ല, മുമ്പോട്ട് പോവാല്ലോ നമുക്ക്. അപ്പൊ സമ്മതിച്ചത് അള്ളാഹുവിന്റെ ആത്മാവ് തന്നെയാണല്ലോ അല്ലേ? ഞാൻ സോൾജിയറോട് ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ ആത്മാവ് എന്നാണല്ലോ നഹാസ് സമ്മതിച്ചത്. സോൾജിയർ ഒന്നും കൂടെ ഇതാക്കാൻ വേണ്ടി നിങ്ങളുടെ വാദം എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നിങ്ങളുടെ വാദം ശരിയാണോന്ന് അറിയണമല്ലോ. 18, 19 ഒന്ന് വായിച്ച്. 18, 19 വായിച്ചോളൂ. സത്യാപരം ഒന്ന് 18, 19 ഒന്ന് വായിച്ചൊന്ന് അതൊന്ന് അർത്ഥമാക്കി തന്നെ. ഇത് സമ്മതിച്ചിട്ടുണ്ടല്ലോ അള്ളാഹുവിന്റെ ആത്മാവാണെന്ന് ഞാൻ വായിക്കാം. എന്നിട്ട് ഇത് കേൾവിക്കാർക്ക് വേണ്ടി കൂടിയാണ്, അവർ മനസ്സിലാക്കട്ടെ. എന്നിട്ട് അവർ കാണാതിരിക്കാൻ അവൾ ഒരു മറയുണ്ടാക്കി. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം അവളുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 17 കഴിഞ്ഞു. 18 അവൾ പറഞ്ഞു, തീർച്ചയായും നിന്നിൽ നിന്ന് ഞാൻ പരമകാരുണികനിൽ ശരണം പ്രാപിക്കുന്നു. നീ ധർമ്മനിഷ്ഠയുള്ളവനാണെങ്കിൽ ബ്രാക്കറ്റിൽ എന്നെ വിട്ടുമാറിപ്പോകൂ. 19 അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ രക്ഷിതാവയച്ച ദൂതൻ മാത്രമാകുന്നു ഞാൻ. ഇനി വായിക്കണോ? രണ്ടുപേരായില്ലേ അവിടെ? രക്ഷിതാവയച്ച ദൂതൻ മാത്രമാണ് ഞാൻ. ഇവിടെ അള്ളാഹുവിന്റെ ആത്മാവ്, അതായത് ഒരു ആത്മാവാണ് വന്നതെങ്കിൽ, അവിടെ അള്ളാഹുവിന്റെ ആത്മാവ് തന്നെയാണ് വന്നതെങ്കിൽ ഇവിടെ രക്ഷിതാവും ദൂതനും ഒന്നും കൃത്യമായിട്ട് എന്താണ് വേർതിരിച്ച് പറയേണ്ട കാര്യം. അത് നിങ്ങളുടെ കിതാബിന്റെ വെളിവുകേടാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ വ്യക്തമാക്കാനാണ്? അല്ല, ഇതിനപ്പുറം എങ്ങനെയാണ് വ്യക്തമാക്കേണ്ടത്? ഒന്നുകൂടെ ഈ സന്ദർഭത്തെ എങ്ങനെയാണ് വചനം കൊണ്ട് വ്യക്തമാക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. താങ്കളുടെ നുണയാണ് തെളിയുന്നത്. സോൾജിയർ 1 മിനിറ്റ്. ഇയാള് പറഞ്ഞു ദൂതനാണ്. ദൂതനും മലക്കും ചർച്ച വഴി തിരിച്ചു വിടുന്ന നുണ തെളിയിക്കാൻ താങ്കളുടെ ദൂതനും മലക്കും ഒന്നാണോ? അതെ. അതെവിടുന്ന കിട്ടുന്നത്? റസൂൽ എന്നല്ലേ ദൂതന്റെ വാക്ക്? അത് അറബി വായിച്ചേ. എന്റെ പൊന്നു സത്യ, നിങ്ങൾ 500 ദിവസം കൊണ്ട് എന്ത് പഠിപ്പിച്ചാണ്? ഇത് വലിയൊരു പോയിന്റാണ്, ഇത് പിടിക്കണം. ഇത് മലക്കുമല്ല ഒലക്കയും ഇതുപോലും അറിയാതെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഖുറാൻ ഒരു 500 താങ്കളെടുത്ത് വായിക്കി, അവിടെ മലക്കുന്നുണ്ടോ? 500 ദിവസം കൊണ്ട് ഖുറാൻ പഠിപ്പിക്കുമല്ലേ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് താങ്കളെടുത്ത് വായിക്കി, അറബിയിൽ വായിക്കി സുഹൃത്തെ. താങ്കൾ ആദ്യം വായിച്ചല്ലോ, ഇപ്പൊ എന്താ വായിക്കാൻ മടി? ഒരു കാര്യം ചെയ്യ്, സത്യം ഒന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു താങ്കൾ അറബി വായിക്കും, ഞാൻ പറഞ്ഞുതരാം. സത്യ ഏതെങ്കിലും തഫ്സീർ. ഹലോ നഹാസെ, അറബി വായിക്കൂ. മടിയാണോ ഖുറാൻ വായിക്കാൻ? ഞാൻ വായിച്ചല്ലോ അത്. ഒന്നും കൂടെ വായിക്കൂ. അപ്പൊ മലക്കാണോ റസൂലാണോ നമുക്ക് അറിയാൻ പറ്റും. വന്നിരിക്കുന്ന ആള് കളി നമ്മുടെ അടുത്ത് വേണ്ട കുട്ടി. അള്ളാഹു അയച്ച ദൂതൻ മാത്രമാകുന്നു ഞാൻ. ആകുന്നു. അതിന്റെ അറബി എന്താ? അത് എന്താ പറയൂ? റസൂലാണോ മലക്കാണോ പറയൂ? അപ്പൊ 17 പറഞ്ഞത് എന്താണ്? എന്റെ ആത്മാവിന്റെ ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദിയല്ല. അവിടെ മലക്കാണെന്ന് നിങ്ങൾ കൊണ്ടുവരുന്നു. മലക്ക് അവിടെ ഇല്ല. മലക്ക് പോയിട്ട് വെളിവില്ലാതെ വചനങ്ങളെ നോക്കുന്നതുകൊണ്ടാണ്. നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. നവാസ് ഭായി, ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ 3 വ്യക്തിത്വം വരുന്നുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ ആത്മാവ് വരുന്നുണ്ട്. 2 ഈ പറഞ്ഞ പോലെ മലക്ക് വരുന്നുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇവരുടെ തർജ്ജമയോ അല്ലെങ്കിൽ ഇവരുടെ പഠിപ്പേരനുസരിച്ച് 3 വ്യക്തിത്വം അവിടെ വരുന്നുണ്ട്. ഒന്ന് അള്ളാഹു നമ്മുടെ ആത്മാവിനെയാണ് അവിടെ നിന്ന് അയച്ച് ഭൂമി വന്നപ്പോൾ അത് ജബ്രീലായി. മറിയത്തിന് മുമ്പ് വന്നപ്പോൾ അതൊരു തികഞ്ഞ മനുഷ്യനായി. അപ്പൊ ഒരു മനുഷ്യനുണ്ട്, ഒരു ആത്മാവുണ്ട്, ജിബ്രീൽ മലക്കുണ്ട്, ദൂതനുണ്ട്. 4 പേരായി. ഇതിൽ ആരാണ് ശരിക്കും അവിടെ മറിയത്തിന് മുമ്പിൽ നിൽക്കുന്നത്? ദൂതനാണോ, മലക്കാണോ, ആത്മാവാണോ, മനുഷ്യനാണോ?
നാസ് ഭായി സോൾജറെ ഒന്നുകൂടെ ഒന്ന് നോക്കിയേ, ചിലപ്പോ നബിയും കൂടെ കാണാൻ പറ്റും. അല്ല അല്ലാണ്ട് ഇങ്ങനെ ഖുറാനിൽ വരത്തില്ലല്ലോ. ഞങ്ങൾ താങ്കൾ പറഞ്ഞ കൃത്യമാണ്. സത്യാപരം ഒരു മിനിറ്റ്, താങ്കൾ പറഞ്ഞ അനുസരിച്ചാണ് പറഞ്ഞത്. നമ്മുടെ റൂഹിനെ എന്തനുസരിച്ച്? ഞാൻ എന്റെ പൊന്നു ബ്രദറെ, ഇതിൽ യാതൊരു വിശദീകരണമൊന്നും വേണ്ട. 17 തൊട്ട് 22 വരെ വായിച്ചാൽ അതിൽ കൃത്യമായിട്ട് എല്ലാ സംശയത്തിനും ഉത്തരവുണ്ട്. എന്താണ് ഇതിന് യാതൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എന്താണ് വായിക്ക്. ഞാനത് എത്ര പ്രാവശ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞതിന് വിപരീതമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതെനിക്ക് ചൂണ്ടിക്കാണിച്ചതാ. ഉണ്ട്. ആദ്യത്തെ വിപരീതം ഒന്ന്, അള്ളാഹുവിന്റെ ആത്മാവാണ് അള്ളാഹു അയച്ചത്, ശരിയാണോ? ആത്മാവിനെ അയച്ചു. ആത്മാവിനെ അയച്ചു, സമ്മതിച്ചു. ഈ മറിയത്തിന് മുമ്പിൽ വന്നത് ആള് പറയുന്നു ഞാൻ ദൂതനാന്ന് പറയുന്നു. ദൂതൻ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കറിയില്ല, പറഞ്ഞു തന്നോളൂ. രക്ഷിതാവ് അയച്ചവനാ. ഈ ആത്മാവിനെയാണ് ദൂതൻ എന്ന് സ്വയം ആത്മാവാണ് ദൂതനായിട്ട് സ്വയം പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അവിടുന്ന് അള്ളാഹു ആത്മാവിനെ അയച്ചു. ആത്മാവ് മറിയത്തിന് മുമ്പ് വന്നപ്പോൾ ദൂതനായി, ശരിയല്ലേ? ദൂതനാന്ന് പറയുന്നു, ആണോ? എന്റെ പൊന്നോ, തികഞ്ഞ മനുഷ്യരൂപത്തിൽ ആത്മാവ് തികഞ്ഞ മനുഷ്യരൂപത്തിൽ മറിയത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആത്മാവ് തികഞ്ഞ മനുഷ്യരൂപത്തിൽ അവിടെ വന്നു, ശരിയാണോ? എന്നിട്ട് ആത്മാവ് എന്താണ് മറിയത്തോട് പറഞ്ഞത്? അല്ലെ ആ മനുഷ്യൻ, സോറി ആത്മാവല്ല മനുഷ്യൻ. പിന്നെ ആത്മാവില്ലല്ലോ, മനുഷ്യരൂപം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആത്മാവുണ്ടോ? ഉണ്ടോ? ആത്മാവ് മനുഷ്യരൂപം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് അവിടെ ഉണ്ടോ? അല്ല പറയാം. അള്ളാഹുവിന്റെ ആത്മാവ് മനുഷ്യരൂപം എടുത്ത് മിറിയത്തിന് മുമ്പിൽ വന്നു നിന്നു. അപ്പൊ മിറിയത്തിന് മുമ്പിൽ നിൽക്കുന്ന ആളൊരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യൻ, തികഞ്ഞ മനുഷ്യൻ, ആണോ? അപ്പൊ അവിടെ ആത്മാവില്ല, ശരിയല്ലേ? ആത്മാവില്ലെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ അവിടെ ആത്മാവുണ്ടോ? ആത്മാവ് മനുഷ്യരൂപത്തില്, ആത്മാവെന്ന് പറഞ്ഞാൽ മാലാഖയാണെന്ന് ഞാൻ പറഞ്ഞു. ആ മാലാഖ മനുഷ്യരൂപത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ആത്മാവിനെ മാലാഖയെ വിശേഷിപ്പിച്ചതാണ് ആത്മാവ്. അള്ളാഹുവിന്റെ ആത്മാവെന്ന് പറഞ്ഞത് ആ മാലാഖയെ വിശേഷിപ്പിച്ചതാ. എന്തുവായിക്കോട്ടെ, മാലാഖയോ അല്ല ആത്മാവ് എന്തോ ആയിക്കോട്ടെ, ആ മാലാഖ അല്ലെങ്കിൽ ആത്മാവ് തികഞ്ഞ മനുഷ്യരൂപം എടുത്ത് മിറിയത്തിന്റെ മുമ്പിൽ വന്ന് നിന്നു, ശരിയല്ലേ? ആ മാലാഖയുടെ രൂപമാണ് മനുഷ്യനായിട്ട് മാറിയത്. മാലാഖ തന്നെയാണ് മുൻപിൽ വന്ന് നിൽക്കുന്നത്. വെരി ഗുഡ്. അപ്പോൾ ഇവിടെ നവാസ് ഭായി, എനിക്ക് സത്യം പറഞ്ഞ സന്തോഷമുണ്ട്. മിറിയത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് മനുഷ്യനാണെങ്കിലും അത് മാലാഖയാണെന്ന് നഹാസ് പറഞ്ഞു, ശരിയല്ലേ? നഹാസാണ് ഇപ്പൊ പറഞ്ഞത്. നഹാസാണ്. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ മലക്ക് അല്ലെങ്കിൽ ആത്മാവ് ഞാൻ പറഞ്ഞു, കാര്യം പറ, മുന്നോട്ട് പോകൂ. ഞാൻ വേറെ അല്ലല്ല, ഞങ്ങൾക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണ്ടേ ബ്രദറെ? ഞാനിതിപ്പോ മാറ്റി പറഞ്ഞാൽ ഈ എഴുത്ത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. പറ്റില്ല. എഴുത്ത് അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാരും ഇനി മാലാഖ വന്നിട്ട് മനുഷ്യരൂപത്തിൽ വന്നിട്ട് എന്താണ് പറഞ്ഞത്? ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തോട്ടെ. അപ്പം എല്ലാവരും ഒന്ന് കേൾക്കുക. നഹാസ് പറഞ്ഞത് ഇവരുടെ മാലാഖ അല്ലെങ്കിൽ ആത്മാവ് തികഞ്ഞ മനുഷ്യരൂപത്തിൽ മറിയത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും ആ മുമ്പിൽ നിൽക്കുന്നത് മാലാഖ തന്നെയാണെന്നാണ് നഹാസ് പറഞ്ഞത്. പക്ഷേ ആ മാലാഖയുടെ രൂപത്തിൽ മാറ്റം വന്നു, മനുഷ്യനായി എന്നാണ് നഹാസ് പറഞ്ഞത്. ഈ ആശയം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ മാലാഖ എന്താണ് പറഞ്ഞത്? മാലാഖ മനുഷ്യരൂപത്തിൽ മറിയത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു. എന്താണ്? എന്ത് പറഞ്ഞു? എടുക്കട്ടെ, വചനം എടുക്കട്ടെ. ഞാനേ ഒരു 3 വചനം വായിക്കുന്നവരെ ഒന്നും മിണ്ടരുത് കേട്ടോ. മനുഷ്യരൂപത്തിൽ വന്ന മാലാഖ പറഞ്ഞു, നിനക്ക് പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ പ്രദാനം ചെയ്യുന്നതിനായി നിന്റെ റബ്ബിന്റെ ദൂതൻ മാത്രമാണ് ഞാൻ. ഒന്നുകൂടെ വായിച്ചേ. എന്റെ പ്രശ്നമാണോ? എന്റെ വോയിസ് ക്ലിയർ ഉണ്ടോ? ക്ലിയർ പറഞ്ഞു. അവൾ പറഞ്ഞു, എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാകുന്നത്? ഇത് മാലാഖ. അതിന് മുമ്പത്തെ വാചകം വായിച്ചു, കൃത്യമായിരുന്നില്ല. ശരിക്കും വായിക്കും. ഇത് 17, 18, 19 വായിക്കുന്നേ നാസ് ഭായി. 19
നിങ്ങളുടെ വോയിസ് ക്ലിയർ ഇല്ല, ഒന്ന് മ്യൂട്ട് ചെയ്യൂ, ഞാനൊന്ന് പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾ സംസാരിച്ചു. 17, 18, 19 കൃത്യം തുടർമാനമായിട്ട് അവൾ വായിക്കാനാണ് പറഞ്ഞു പറയുന്നത്. എങ്ങനെയാണ് ഇടയ്ക്ക് എനിക്ക് കുട്ടി വാക്കുകൾ ഉണ്ടാകുന്നത്. കൂട്ടിച്ചേർക്കല്ലേ. ഹലോ, ഞാനേ ഹലോ ഹലോ ഇവിടെ റേഞ്ച് ഹലോ പ്രശ്നം ഉണ്ടോ ഹലോ ഹലോ നിങ്ങൾ പറഞ്ഞാൽ ഹലോ എനിക്കൊന്നും ഹലോ കേൾക്കാൻ ഹലോ പറ്റുന്നില്ല. ഹലോ എന്നെ കേൾക്കാൻ പറ്റും? ഹലോ, ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം നാസെ, കേൾക്കാം, നന്നായിട്ട് കേൾക്കാം, പറഞ്ഞു. നഹാസിന് നെറ്റ് പ്രോബ്ലം വന്നു തുടങ്ങിയെന്നാണ് സോൾജി ബ്രദറെ. നെറ്റ് തീർന്നു കാണും. ഹലോ നെറ്റിന് പ്രശ്നം. ഹലോ ഹലോ ഹലോ, ഇപ്പൊ ഓക്കെ ഇപ്പൊ ആണോ? കേൾക്കാം. ഇപ്പൊ ഓക്കെയാണ്. നെറ്റ് എങ്ങനെയുണ്ട് അവിടുത്തെ? ഓക്കെ, ഞാനൊരു 3 വചനം 19 തൊട്ട് 22 വരെയുള്ള വചനങ്ങൾ വായിക്കുകയാണ്. 4 വചനം 17 വായിക്കുകയാണ്. തുടങ്ങി വായിക്കും നഹാസി ഒന്ന്. അപ്പൊ അത് ആൾക്കാർക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. കാരണം ഞങ്ങളുടെ ആർഗ്യുമെന്റ് പൊളിയട്ടെ അതിന്റെ പ്ലീസ്. ഓക്കെ, 17 കേട്ടോ. അങ്ങനെ അവൾ അവരിൽ നിന്ന് ഒരു മറ സ്വീകരിച്ചു. അപ്പോൾ നാം അവളുടെ അടുക്കലേക്ക് നമ്മുടെ ആത്മാവിനെ അയച്ചു. എന്നിട്ട് അദ്ദേഹം ശരിയായ ഒരു മനുഷ്യനായി അവൾക്ക് രൂപപ്പെട്ടു. ശരിയായിരുന്നു. ഇതൊക്കെ ഇതെവിടെ നീ വായിക്കുന്നത്? ഇത് ഏത് തർജ്ജമയെ പറഞ്ഞ്? നിങ്ങൾ ഞങ്ങളോട് ചോദ്യം ചെയ്യാറുണ്ടല്ലോ. ഇത് ഏത് തർജ്ജമയിലാണ് വായിക്കുന്നത്? പറയൂ പ്ലീസ്. ശരിയായ മനുഷ്യനും ഏത് തർജ്ജമയെന്നും കൂടെ പറയാം. അതെങ്ങനെ ഞങ്ങൾ കബളിപ്പിക്കല്ലേ? അമാനി തഫ്സീറാണ് ഞാൻ വായിക്കുന്നത്. ഇവിടെ ഒന്നുകൂടെ പറഞ്ഞു ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അമാനി തഫ്സീർ എന്നാണെങ്കിൽ ശരിയായ മനുഷ്യൻ എന്നാണെങ്കിൽ ഞങ്ങൾക്ക് കാണുകയും വേണം. അത് ഞങ്ങൾ പിന്നീട് പരിശോധിച്ചോളാം. തഫ്സീർ എന്നാ പറഞ്ഞത്, നവാസ് ഭായി പറഞ്ഞത് ഖുറാൻ വായിക്കുമെന്നാ പറഞ്ഞത്. എനിവേ എന്തെങ്കിലും വായിച്ചോട്ടെ. വായിക്ക് കേൾക്കട്ടെ. സവിയൻ എന്ന് പറഞ്ഞാല് എന്താണ്, ബഷറൻ സവിയൻ എന്നാണ് പറഞ്ഞത്. അത് ശരിയായ മനുഷ്യൻ എന്ന് തന്നെയാണ്. ബഷറൻ സവിയൻ എന്നാണ് ഒന്നുകൂടെ പറഞ്ഞത്. അതായത് തികഞ്ഞ മനുഷ്യൻ. ഒന്നുകൂടെ പറഞ്ഞ്. സവിയൻ അതിന് മുമ്പ് സവിയൻ എന്ന് പറഞ്ഞാൽ അറബി വാക്ക് ബഷറൻ സവിയൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അത് ശരിയായ മനുഷ്യനായിട്ട് തന്നെ, അതായത് എന്താണ്, പൂർണ്ണ മനുഷ്യനായിട്ട് വന്നു എന്നാണ് പറയുന്നത്. ശരിയായെന്നല്ല, അങ്ങനെ കൃത്യമൊക്കെ അർത്ഥം പറഞ്ഞു പഠിക്കും മലയാളം. ഓക്കെ ശരി. ഇത് അമാനി തഫ്സീറിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ വായിച്ചു എന്നാ പറയുന്നത്. കണ്ടിന്യൂ. നിങ്ങൾ ആ തഫ്സീർ എടുത്ത് ഒന്ന് ശ്രദ്ധിച്ചാല് ഞാൻ അതുപോലെ തന്നെയാണ് വായിക്കുന്നത്. അവൾ പറഞ്ഞു, നീ ഒരു ഭക്തിയുള്ളവനാണെങ്കിൽ നിന്നിൽ നിന്ന് ഞാൻ പരമകാരുണികനായുള്ളവനെ ശരണം പ്രാപിക്കുന്നു. സോൾജിയർ ബ്രദർ എങ്ങനെ ഒരു സെക്കൻഡ്, സോൾജിയർ ബ്രദർ എങ്ങനെ താഴോട്ട് പോയത്? സോൾജിയർ ബ്രദർ സ്വയം പോയതാണോ? സോൾജിയർ ബ്രദർ കേൾക്കുന്നില്ല. സോൾജിയർ ബ്രദർ സ്വയം പോയതാണോ താഴോട്ട്? സോൾജിയർ ബ്രദർ കേൾക്കുന്നില്ല. ന്യൂക്ലിയർ ബ്രദറിനെ കേൾക്കാമോ? സോൾജിയർ ബ്രദർ ആരാ താഴോട്ടാക്കിയത്? നഹാസ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഇവിടെ എന്തോ കളികൾ നടക്കുന്നുണ്ടല്ലോ. നഹാസ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു. സോൾജിയർ ബ്രദർ അവിടെ പോയി. ഞാൻ ഒരു ജസ്റ്റ് സ്പീക്കർ ആയിട്ട് വന്നിരിക്കുകയല്ലേ, എനിക്ക് മോഡൊന്നും കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ താനൊന്നും ഉണ്ടായിരുന്നേ. ഞങ്ങൾ പറഞ്ഞു താങ്കൾ എന്ത് ചെയ്തു? ഞങ്ങൾ പറഞ്ഞു ഉണ്ടായിരിക്കും അവിടെ. വേദക്കാരോട് നല്ല രീതിയിലല്ലാതെ സംവാദത്തിന് വന്നേക്കരുത് നഹാസെ. കേട്ടുണ്ടോ ഖുർആൻ ആയത്ത്? കാരണം അവരിൽ മതപണ്ഡിതന്മാരും പുണ്യവാളന്മാരുമുണ്ട്. അവർ അഹംഭാവം നടിക്കുന്നവരുമല്ല. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വരാം. ഇവിടെ ഞാൻ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ശരി എന്നാ.